ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു വസിയത്ത് നൽകണേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നതായ ഒരു രക്ഷാകവചം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി നിന്റെ നാവ് നനച്ചുകൊണ്ടിരിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചിറപ്പിനെ എപ്പോഴും വണങ്ങിക്കൊണ്ടിരിക്കണേ, അവനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണേ. നിന്റെ നാവ് ദിക്റിലായി നനയലാണ് നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാവ് നനയുന്നതോ ആരെങ്കിലും കൊണ്ട് ഫനായും വസാദും പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് നമ്മുടെ നാവ് നനയുന്നത്. ദീൻ പറയൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ നാവ് ശ്രദ്ധിക്കണേ സഹാബാ. ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ, ഒന്ന് പല്ലുകുത്തണേ അനുയായികളെ, പല്ലുകുത്തണേ പല്ലുകുത്തണേ. ഫഖാലൂ, ഉടനെ അനുയായികൾ വിളിച്ചു പറയുകയാണ്, ഫവല്ലാഹി ഫവല്ലാഹി മാ തുഇംനൽ ലൗമ തുആമാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്ന് ഞങ്ങൾ പാനീയം കുടിച്ചിട്ടില്ല, പിന്നെന്താണ് ഞങ്ങൾ പല്ലുകുത്തുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പല്ലുകുത്തുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് പറയുകയാണ്, ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സാബ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തഖല്ലലൂ തഖല്ലലൂ, കൂടുതൽ വർത്തമാനത്തിന് ആവശ്യമില്ല, പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. റബ്ബായത്തുള്ള സഹോദര, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ എപ്പോഴും ഒരു കമ്പിൽ കഷ്ണം വേണ്ടി വരുകയില്ലയോ? ആലിമീങ്ങളെ കുറിച്ച് പറയുന്നവരില്ലയോ? പാവപ്പെട്ട സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നവരില്ലയോ? സഹോദരിമാരെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിംവദന്തി പരത്തുന്നവരില്ലയോ? പാവപ്പെട്ട പെണ്ണ് അവളതാണ്, ഇന്ന ചെറുപ്പക്കാരൻ അവനിതാണ്, വിവാഹപ്രായം എത്തിയ 25, 26, 30 മൈജെത്തിയ സഹോദരങ്ങൾക്ക് വേണ്ടി നാട്ടിൽ വിവാഹം ആലോചിച്ച ആളുകൾ കടന്നു വരുമ്പോ ആ സഹോദരങ്ങളെ കുറിച്ച് അപവാദം പറയുന്ന ട്രൂപ്പുകൾ വരെ ഇന്ന് സമൂഹത്തിൽ കടന്നു വന്നില്ലയോ? ഒന്ന് പല്ലൊന്ന് കുത്തണേ ഇടയ്ക്കിടയ്ക്ക്. എന്തിനു വേണ്ടി? അന്യന്റെ പച്ചമാസം നിന്റെ പല്ലിനിടയിൽ കടന്നിരുത്തുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ പല്ല് നിനക്ക് പടച്ച റബ്ബ് നൽകിയത്, ഈ നാവ് നിനക്ക് പടച്ച റബ്ബ് നൽകിയത് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാനാണ്, അവനെ സ്മരിക്കാനാണ്, അവനെ ഓർക്കാനാണ്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മനുഷ്യ മനുഷ്യ അലം നജഅൽ ലഹു ഐനൈൻ, അവനെ നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ? മനോഹരമായ നയനങ്ങളെ സമ്മാനിച്ചില്ലയോ? വലിസാനൻ, ഒരു നാവിനെയും നാം നൽകിയില്ലയോ? വശഫതൈൻ, രണ്ട് മനോഹരമായ ചുണ്ടുകളെ നൽകിയില്ലയോ? ആരാണ് ചോദിക്കുന്നത് സഹോദര? ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, ലാ
ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാലൻ ലുബദാ അയഹ്സബു അൻ ലം യറഹു അഹദ് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അവനെ നാം രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ? അവനെ നാം ഒരു നാവിനെ സമ്മാനിച്ചില്ലയോ? രണ്ട് മനോഹരമായ ചുണ്ടുകളെ നാം നൽകിയില്ലയോ? ചിന്തിക്കണേ സോദര, അള്ളാഹു എടുത്ത് ചോദിക്കുന്നത് കണ്ണിനെ പറ്റിയാണ്, നാവിനെ പറ്റിയാണ്, രണ്ട് ചുണ്ടുകളെ പറ്റിയാണ്. ഈ ചുണ്ടുകൾക്കിടയിലും നാവിനിടയിലും കിടക്കുന്ന പല്ലിനെ പറ്റി അള്ളാഹു ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ഭൗതിക ശാസ്ത്രത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് നിന്റെ ദന്തനിരതകൾക്കുണ്ടെങ്കിലും അള്ളാന്റെ ഖുർആൻ നിന്റെ പല്ലെടുത്ത് ചോദിച്ചില്ല. വലിസാനൻ വശഫതൈൻ. നാവ് ചോദിച്ചു, നിന്റെ ചുണ്ടും ചോദിച്ചു. എന്തുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചമാകെ കണ്ടിട്ട് അള്ളാഹുവിന്റെ പടച്ചറപ്പിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ നാവും ഈ ചുണ്ടും ഉപയോഗിച്ച് അള്ളാഹിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ദിക്ർ ചെല്ലായിരുന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. ഈ നാവും നിന്റെ ചുണ്ടും ചോദിച്ചു, ഇതിനിടയിലുള്ള പല്ല് ചോദിച്ചില്ല. അള്ളാഹു അവന്റെ പല്ലെന്ത് ചെയ്ത് പല്ലില്ലേ എന്ന് അള്ളാഹു ചോദിച്ചില്ല. പല്ലല്ല വിഷയം, ഈറ്റും കൂടിയല്ല ദുനിയാവിൽ വിഷയം. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും നാം ഈ ഭൂമി ലോകത്തേക്ക് പടച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ. അഥവാ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു പടച്ചത്. മനുഷ്യനെ മാത്രമല്ല, ജിന്നുകളെയും പഠിച്ചത് അങ്ങനെയാണ്. ജിന്നുകളെയും പഠിച്ചതിന് വേണ്ടിയാണ്. വഅന്നാ മിന്നൽ മുസ്ലിമൂൻ വമിന്നൽ ഖാസിതൂൻ ഫമൻ അസ്ലമ ഫൗലൈക തഹറൗ റശദാ. ജിന്ന സൂറത്തിലൂടെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 39ഓളം സ്ഥലത്ത് ജിന്നുകളെ കുറിച്ച് അല്ലാഹു പ്രതിപാദിക്കുകയാണ്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് ജിന്ന്. സൂറത്തുൽ ജിന്നിനോട് അല്ലാഹു ജിന്നുകളുടെ സംസാരത്തെ പറ്റി പറയുകയാണ്. ജിന്നുകൾ വിളിച്ചു പറയുകയാണ്, വഅന്നാ മിന്നൽ മുസ്ലിമൂൻ വമിന്നൽ ഖാസിതൂൻ. ഞങ്ങളിൽ മുസ്ലിമീങ്ങളുമുണ്ട്, ഞങ്ങളിൽ അല്ലാഹു പറഞ്ഞാൽ അനുസരിക്കാത്ത അഹങ്കാരികളുമുണ്ട്. അതിന് വിട്ടുകിടക്കുന്നവരുമുണ്ട്. ഞങ്ങളിൽ മുസ്ലിമീങ്ങളുണ്ട്, റബ്ബിനെ വഴിപ്പെടുന്നവരുമുണ്ട്. അപ്പൊ അവരോട് എന്തുണ്ട്? കൽപ്പനയുണ്ട് എന്ന് ഈ ആയത്തിൽ തന്നെ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന് വർഗത്തെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണ് പടച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ജിന്നുകളെ അങ്ങനെ തന്നെയാണ് പടച്ചിട്ടുള്ളത്, മനുഷ്യരെ അങ്ങനെ തന്നെയാണ് പടച്ചിട്ടുള്ളത്. ആ ജിന്നിലേക്ക് നീ പോകാൻ പാടില്ല, ജിന്നിയത്തിലേക്ക് പോകാൻ പാടില്ല. പിശാചി നിന്നെ പിടിക്കാൻ പാടില്ല, പിശാചി പിടിക്കാൻ പാടില്ല. പിശാചി നിന്റെ പുറകെ കൂടും, പിശാചിന്റെ പുറകെ നീ പോകാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു സദഖ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, സ്വഹാബ മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളുമില്ല, ഒരൊറ്റ വ്യക്തി പോലുമില്ല, ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു, നിങ്ങൾ ഓരോരുത്തരോടുമായി പിശാച് ബന്ധപ്പെട്ടല്ലാതെ. എല്ലാവർക്കും പിശാചുമായ ഒരു കണക്ഷൻ ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസാണ്, ശ്രദ്ധിച്ചോളി. ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഖാലൂ അഫ അൻത യാ റസൂലല്ലാഹ്, നബിയേ
അവിടുത്തോടും പിശാച് ബന്ധമുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മറുപടി, വഅന, എനിക്കുമുണ്ട് പിശാചിന്റെ കണക്ഷൻ, വലാകിന്നി നസഹതുഹു ഫഅസ്ലമാ ഫലാ യഅമുറുനി ഇല്ലാ ബിഖൈർ. എനിക്കുമുണ്ട് പിശാചിന് ഒരു കണക്ഷൻ ഉണ്ട്. ലോകത്ത് ഏതൊക്കെ മനുഷ്യവർഗമുണ്ടോ ഞാനും ഒരു മനുഷ്യനാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, മനുഷ്യന്റെ രൂപത്തിലും പാപത്തിലും കോലത്തിലും രൂപവ്യത്യാസമില്ലാത്ത ഒരു മനുഷ്യ പ്രകൃതമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ലോകത്ത് ഏതൊക്കെ മനുഷ്യ വ്യക്തികളുണ്ടോ അവർക്കെല്ലാവർക്കും പിശാചിന്റെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയവേ, അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ച അനുയായികളോട് പറയുകയാണ്, വലാകിന്നി നസഹതുഹു, എനിക്കുമുണ്ട് സ്വഹാബ, ഞാൻ അവനെ അടിക്കടി ഉപദേശിച്ച് ഫഅസ്ലമ, അവനിപ്പോൾ എനിക്ക് വഴിപ്പെട്ടു മുസ്ലിമായി. ഫലാ യഅമുറുനി ഇല്ലാ ബിഖൈർ, ഇപ്പോൾ എന്നെ നന്മ കൊണ്ടല്ലാതെ അവൻ കൽപ്പിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നോടിപ്പം നന്മ മാത്രമേ വന്ന് അവൻ കൽപ്പിക്കുന്നുള്ളൂ. പള്ളി വഅന്നാ ലമസ്ന സമാ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹുമാ وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ജിന്നുകളെ കുറിച്ച് പറഞ്ഞു തരുകയാണ്. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ആകാശം ഒരൊറ്റ ചാട്ടം കൊണ്ട് തൊടുന്നവരത്രേ. ആകാശം ഇങ്ങനെ തൊടും, നിങ്ങൾ തൊട്ട് കളിക്കും. ملئت حرسا شديدا وشهبا وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا. ഞങ്ങൾ ആകാശത്ത് പോയി ഇരിപ്പിടമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേകമായി ആകാശത്ത് ചില സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട സ്ഥലമാണ്. അത് ഞങ്ങൾക്കുള്ള ഇരിപ്പിടമാണ്. അവിടെ ഇരുന്നു കൊണ്ട് മലക്കുകളുടെ സംഭാഷണങ്ങൾ ഞങ്ങൾ കട്ട് കേൾക്കുമായിരുന്നു. പക്ഷേ ഹബീബായ നബി തങ്ങൾ കടന്നു വന്നതിൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും തീനാളം കൊണ്ട് ഞങ്ങൾ എറിഞ്ഞോടിക്കുകയാണെന്ന് ജിന്നുകൾ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ. മുത്തുനബിയുടെ കടന്നുവരവോടുകൂടി ആകാശത്ത് പോയുള്ള കട്ടുകേൾവിയൊക്കെ നിന്നു. ഒരു മറ അവർക്കുണ്ടായി. ആ മറ മൊത്തം പരിപൂർണമായ മറയായി മാറി. മുമ്പ് ഇങ്ങനെ കേൾക്കാം, അവിടെ നിന്ന് ഒരു സ്ഥലം അവർക്കൊരു സേനുണ്ട്. ആകാശത്ത് മലക്കുള്ള സംഭാഷണമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ കേൾക്കുമായിരുന്നു ജിന്നുകൾ. ഖുർആനാ പറയുന്നത്. മുത്തുനബിയുടെ വരവോടുകൂടി ആ പരിപാടി നിന്നു. ഇപ്പൊ ഒന്ന് പരിപാടി ഇപ്പൊ അവിടെ ചെന്ന യജിദ് ലഹു ശിഹാബർ റസദ, കേൾക്കാൻ ചെല്ലുന്നവനൊക്കെ ഇങ്ങനെ തീക്കൊള്ളി കൊണ്ട് ഇറങ്ങി ഓടിക്കണം. അപ്പൊ അങ്ങനെ ജിന്നുകൾ ഇൽമ കേൾക്കാൻ വേണ്ടി ഓടി നടന്നിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ പറയുന്നുണ്ടത്, وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ فَلَمَّا حَضَرُوا قَالُوا أَنصِتُوا فَلَمَّا قُضِيَ وَلَّوْا إِلَى قَوْمِهِمْ മുൻദിരീൻ. ഒരു സമൂഹം ജിന്നുകൾ അവിടുത്തെ ചാരത്തേക്ക് വന്ന് പരിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോ ആ ഖുർആൻ കേട്ടുകൊണ്ടിരുന്ന ജിന്നുകൾക്കിടയിൽ മറ്റു ചില ജിന്നുകൾ സംസാരിക്കവേ അവരോട് പറയുകയാണ്, സംസാരിക്കാതിരുന്ന ജിന്നുകൾ പറയുകയാണ്, അൻസിതു, ഇടം മിണ്ടാതിരിക്കണേ, ഇത് ഖുർആനാണ്, ദിവ്യ പ്രബോധനമാണ്.
അൻസിതൂ ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചെന്നിട്ട് അവരവരുടെ സമൂഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ക്ലാസ് നബി നടത്തിയിരുന്നു എന്നുള്ള തെളിവാണ് ആ പറഞ്ഞത്. ഏതുമായിക്കോട്ടെ, അപ്പൊ ജിന്നിന്റെ ഒരു കൂട്ടുകെട്ട് എപ്പോഴും മുഅ്മിനിനുണ്ടാകും. അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അവനെപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ ഉപദേശിക്കാൻ പറ്റും സാർ? ഇപ്പം മുത്തുനബി കണ്ടിട്ടാണല്ലോ എങ്ങനെയാണല്ലോ ഉപദേശിച്ചത്. നമുക്കത് പറ്റൂലല്ലോ. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു മലക്കിയായ കൂവത്തുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നലി ബിനി ആദമ ലമ്മതം ബിൽ മലക്കി വലമ്മതം ബിശൈത്താൻ. നിശ്ചയമായും ആദം സന്തതികൾക്ക് മലക്കിയായ ബന്ധവുമുണ്ട്, പിശാചുമായ കണക്ഷനുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി ജിന്നുമായിട്ടുള്ള കണക്ഷൻ മാത്രമല്ല, മലക്കുമായിട്ടുള്ള ഒരു കണക്ഷനുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ഇഫരീതം മിനൽ ജിന്ന് ഖദ് സല്ലതൽ ബാരിഹത. ഇഫരീത്ത് ജിന്നിൽപ്പെട്ടതായ, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു കുരുത്തം കെട്ടതായ ഒരു ജിന്നിനെ ഇന്നലെ ഞാൻ പിടിച്ച് കെട്ടിയിടാൻ തീരുമാനിച്ചതാണ്. ഇന്നലെ അവൻ എന്റെ അടുക്കൽ, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കവേ എന്റെ അടുക്കൽ ഒരു തീക്കൊള്ളിയുമായി വന്ന് എന്റെ മുഖത്തേക്ക് അവൻ എറിയാൻ നോക്കി. ഞാൻ അവനെ പിടിച്ചു കെട്ടിയതാണ്. പിന്നീട് ഞാൻ അവനെ അഴിച്ചുവിട്ടു. എന്തിനു വേണ്ടി? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലയോ? റബ്ബി ഹബിലി മുൽകാ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് ശേഷം ഒരാൾക്കും നീ നൽകരുത് അല്ലാഹ്. ആ നിനക്കുള്ള ഒരു അധികാരത്തിന്റെ പരമോന്നത പദവി എനിക്ക് നീ നൽകണേ അല്ലാഹ്. വശയാതീന കുല്ല ബന്നാഇൻ വഗവാസ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിന്നുകളെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തതാണ്. ആ ജിന്നുകളെ എന്നെ നിസ്കാരത്തിൽ പിഴപ്പിക്കാൻ വേണ്ടി വന്ന ജിന്നിനെ ഞാൻ മദീനത്തെ തൂണിലേക്ക് പിടിച്ചു കെട്ടി. ഖദ് സല്ലതൽ ബാരിഹത ഫീ സിവാരിൻ മിൻ സിവാരിൽ മസ്ജിദി. മദീന പള്ളിയുടെ ഒരു തൂണിലേക്ക് ഞാൻ അവനെ ബന്ധിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിച്ചു പോയി, നേരം വെളുത്ത് നിങ്ങൾക്ക് അതിനെ കാണിച്ചു തരാം, ജനങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഞാൻ അവനെ അഴിച്ചു വിട്ടു. എന്തുകൊണ്ട്? സുലൈമാൻ നബിയുടെ പ്രാർത്ഥന എന്റെ മനസ്സിൽ കടന്നു വന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹ്, എനിക്ക് കിട്ടിയ അധികാരം പോലോത്തത് പിന്നീട് ഒരാൾക്കും നീ നൽകരുത് അല്ലാഹ്. ജിന്നുകളെ നീ അങ്ങനെ അധീനപ്പെടുത്തി കൊടുക്കരുത്, ഒരു വസ്തുവിനെ അധീനപ്പെടുത്തി കൊടുക്കരുത് എന്ന് അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ട്. അതിനോട് എതിരാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് അഴിച്ചു വിട്ടതാ. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നെ പിശാചിനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. സ്വഹീഹായ ഹദീസ് മനസ്സിലാക്കണം. അപ്പൊ ജിന്ന് നേരിട്ട് പ്രത്യക്ഷപ്പെടാം, പഴപ്പിക്കാം, ഇതൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്കപ്പോ ഒരു ശൈത്താനിയായ കൂവത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ ദിക്റും സ്വലാത്തും ഒക്കെ ചെല്ലാതിരിക്കുമ്പോ, ഇന്നലത്തെ ബറാഅത്തിന്റെ രാവ് എത്ര നല്ല മഹത്തരമായ രാവാണ്, പവിത്രമായ രാവാണ്. ആ രാവൊക്കെ ജീവസുറ്റതാക്കിയവർ സ്വർഗത്തിൽ കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മൻ അഹ്യൽ ലയാലിയൽ ഖംസ ദഖലൽ ജന്ന. 5 രാവുകളെ ജീവസുറ്റതാക്കുന്നവനുണ്ടോ, ഇബാദത്ത് കൊണ്ട് നേരം വെളുപ്പിക്കുന്നവനുണ്ടോ, അവൻ തീർച്ചയായും സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒന്ന് ലൈലത്തു തർവിയ, ദുൽഹിജ്ജ 8 രാവാണ്. വലൈലത്തു അറഫ, ദുൽഹിജ്ജ 9 രാവാണ്. വലൈലത്തു ഈദുൽ അദ്ഹ, ദുൽഹിജ്ജ 10 രാവാണ്, അഥവാ പെരുന്നാളിന്റെ രാവാണ്. വലൈലത്തു ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ രാവാണ്. മറ്റൊന്ന് വലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ്. ഇന്നത്തെ രാവല്ല, ഇന്നലത്തെ രാവ്. അത് അമൽ ചെയ്തവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിശാചിന്റെ കരവലയത്തിലേക്ക് നിങ്ങൾ പെടരുതേ, പെടരുതേ. പിശാച് നിങ്ങളെ പല രീതിയിൽ പിഴപ്പിക്കുമേ. ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമീ. പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ ഒക്കെ കടക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും പിശാചിനെ ഒന്ന് പറഞ്ഞതല്ലേ, 1-2 ഹദീസ് കേട്ടോളി. പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന ഏതൊക്കെ കുഴലുകളുണ്ടോ അവിടൊക്കെ ആര് കടക്കും? പിശാച് കടക്കും എന്ന് പറഞ്ഞാൽ കടക്കാത്ത, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാത്ത ഒരു സ്ഥലം ഇല്ല, പിശാച് കടക്കും, ഉള്ളിൽ കടക്കും. അങ്ങനെയൊന്നും ഇല്ല മൂലര് വെറുതെ പറയുന്നു. ഖുർആൻ പറഞ്ഞല്ലോ, ഖുർആൻ പറഞ്ഞില്ലേ? ആരെക്കുറിച്ച് പറഞ്ഞു? പലിശ തിന്നുന്നവനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞെടുത്തു. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഖുർആൻ പറഞ്ഞു, അവൻ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വയറ് വീർത്തവനായിട്ട് നിലത്തേക്ക് പതിക്കും. പിശാചിന്റെ സ്പർശനമേറ്റവനെ പോലെ, പൈശാചിക ബാധയേറ്റവന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ നിലത്ത് വീഴുന്നവനെ പോലെ അവൻ മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. പലിശ തിന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഉപമ പറഞ്ഞത് പലിശ തിന്നിട്ട് നാളെ മഹ്ശറയിലെത്തുമ്പോ വയറിങ്ങനെ വീർത്തിട്ട് ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂല, അവൻ കുഴഞ്ഞു വീഴും. ആരെപ്പോലെയാണ് കുഴഞ്ഞു വീഴുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഉപമ പറഞ്ഞത് ഖുർആൻ ആരെ കുറിച്ചാണ്? പൈശാചിക ബാധയേറ്റിട്ട് പൈശാചിക സ്പർശനം കൊണ്ട് താഴെ വീഴുന്നതുവനെ പോലെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്ത് മനസ്സിലാക്കാം? പൈശാചിക ബാധയേറ്റാൽ ആള് താഴെ വീണുകൊണ്ടേ ഇരിക്കും. പക്ഷെ ആളിങ്ങനെ ഉരുണ്ടൊക്കെ നമ്മൾ കാണിക്കുന്ന പരിപാടിയുണ്ട്. ഏർവാടിയിലും ചില മക്കാമിലും ഒക്കെ നമ്മൾ പോകുമ്പോ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വരും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഏർവാടി അപ്പുറത്തിരുന്ന് വന്ന് നല്ല പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ട് വാമായി പിന്നെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഓടുന്നതൊക്കെ കാണാം. അത് 98% ആക്ടിങ്ങും ഉണ്ട്, എന്നാൽ 2% ശരിയും ഉള്ളതുകൊണ്ട് നമ്മൾ എതിർക്കണ്ടെന്നർത്ഥം. അങ്ങനെ ഉണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ വീഴാതെ പൈശാചികത ഏറ്റ എത്ര ആളുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, ബന്ധുമിത്രാദികൾ, നാട്ടുകാരിൽ. അള്ളാഹു പരിപൂർണമായ ശമനം നൽകട്ടെ, അള്ളാഹു ശമനം നൽകട്ടെ. അത് ഉണ്ടാകും, അത് വസ്തുത തന്നെയാണ്, വസ്തുത തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖല നോക്കിയിട്ടിരിക്കും. നമ്മുടെ ശൈലി കരിയല്ല എങ്കിൽ പൈശാചി ശരിക്കും കൂടും. പറഞ്ഞില്ലേ, രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ പിശാച് കിടക്കും. മറ്റൊരു ഹദീസ്, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ പിശാച് കിടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ പിശാച് രൂപം മാറാൻ സാധിക്കും, രൂപം മാറാൻ പറ്റും. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ വരും എന്ന് പറഞ്ഞാൽ ഏത് കോലത്തിലും വരുമെന്നർത്ഥം. മലക്കുകളോ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ അല്ലാതെ മലക്കുകൾ കടന്നു വരാം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കി വെക്കണം, സഹോദരങ്ങൾ അറിഞ്ഞു വെക്കണം. പൈശാചികത നമ്മളിൽ കടന്നു വരാം. അതിലൂടെയാണ് നമ്മൾ അല്ലാഹയെ കുറിച്ച് മറക്കുന്നത്, റബ്ബിനെ കുറിച്ച് മറക്കുന്നത്. അങ്ങനെയാണ്. ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല, തസ്ബീഹ് ചൊല്ലാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, നല്ല നല്ല രാവുകളെ ജീവസ്വച്ഛതാക്കാൻ കഴിയുന്നില്ല. എത്ര കേട്ടിട്ടും ഒരു കാതിലൂടെ കടത്തിവിട്ടു മറുകാതിലൂടെ വിട്ടുകളഞ്ഞു. ഇങ്ങനെ കേറ്റുന്നു, കയറുന്നുണ്ട്, ഇപ്പുറത്തൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇന്നലത്തെ രാവൊക്കെ എത്ര നല്ല രാവായിരുന്നു. ഹസ്രത്ത, ഖേദം, ദുഃഖം. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അമൽ ചെയ്തവൻ രക്ഷപ്പെട്ടു, സ്വർഗത്തിൽ കടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാനിതൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഉസ്താദേ, അവൻ ലൈലത്തുൽ ഖദ്റിൽ കടക്കൂലേ? അതിന് അർത്ഥമില്ലല്ലോ. ലൈലത്തുൽ ഖദ്റിൽ കടക്കൂല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. 5 രാത്രിയിൽ എണ്ണിയത് ലൈലത്തുൽ ഖദ്ർ പെട്ടിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. അതിന് വേറെ ഹദീസുണ്ട്. അതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകൾ ആയിരക്കണക്കിന് വേറെ ഉണ്ട്, അത് വേറെതാണ്. പക്ഷെ ഈ 5 രാത്രികൾ, ബലിപെരുന്നാളിന്റെ തലേരാത്രി, ചെറിയ പെരുന്നാളിന്റെ തലേരാത്രി, ഇതൊക്കെ നമ്മൾ അശ്രദ്ധ വെക്കുന്ന രാവുകളാണ്. കാരണം അന്നാണ് നമ്മൾ ബീഫ് വാങ്ങാൻ പോകുന്നത്, അന്നാണ് നമ്മൾ വസ്ത്രം എടുക്കാൻ പോകുന്നത്, അന്നാണ് നമ്മൾ പർച്ചേസിന് പോകുന്നത്. ഏത് സഹോദരങ്ങളാ ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെ രാവുകളിൽ നേരം വെളുക്കുന്നത് വരെ തക്ബീറും തഹ്ലീലും തംജീദും പടച്ചറപ്പിനെ വാഴ്ത്തിക്കൊണ്ടും നിസ്കാരത്തിലുമായി കഴിയുന്നതായ ഏതൊരു പുരുഷനുണ്ട്, ഏതൊരു സഹോദരിയുണ്ട്? ആർക്കാ കഴിയുന്നത്? ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? എത്ര പെരുന്നാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്? വാട്സാപ്പും ഫേസ്ബുക്കും നോക്കിയിരിക്കാൻ മാത്രമല്ല, TV കോൾ ചെയ്ത് അതിന്റെ തലേ തുണിയൊക്കെ എടുത്ത് മാറ്റി അല്ലാ ഓണാക്കിട്ട് ഇരിക്കുകയാണ്. ഇത്തിക്കാഫിന് നിയത്ത് വെച്ച് അതിന്റെ മുന്നിൽ. കാരണം 30 ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തലേ തുണി ഇട്ട് കൊടുത്തതാ. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് പിന്നെ റാഹത്തായിട്ട് കാണാൻ തുടങ്ങാം. അല്ലേ നമ്മുടെ രാവുകൾ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ പിശാച് വേഗം കടക്കും. അതിന് സാഹചര്യം ഉണ്ടാകരുത്. അതിന് എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കണം.
എല്ലാ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഹലീലാ ഫയുജാമിഉഹു മഅഹാ. വെമ്പായത്തുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, കാതുകൊടുത്ത് കേൾക്കേണ്ട വചനമാണ്. സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തട്ടെ. വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ഉസ്താദ് എന്റെ പൊന്നമോൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവനൊരു ഹാഫിളാകണം, അവനൊരു ആലിമാകണമെന്ന് നിയത്ത് വെച്ചിട്ട് എവിടെ ഓതാ കൊണ്ടാക്കിയാലും അവൻ ഒളിച്ചോടി വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നവരെ, നിന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ ബാധിച്ചിരിക്കുന്നത് ഒരു ചെറിയ തരം പൈശാചികതയാണ്. എങ്ങനെയാണത് മാറേണ്ടതെന്നറിയുമോ? അത് മാറ്റേണ്ടത് തുടക്കം മുതൽക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആല. പുരുഷൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെട്ടതെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ഇങ്ങനെ ചുരുണ്ട് കിടക്കും. ഇൻതവ എന്ന് പറഞ്ഞാൽ അറബി അറിയാവുന്നവർക്കറിയാവുന്നതിന്റെ അർത്ഥം ചുരുണ്ട് കിടക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന ശൈത്താൻ എതിരി മജ്റദമി, രക്തം സഞ്ചരിക്കുന്ന തലത്തിൽ കിടക്കാൻ കഴിയും. നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചുരുണ്ട് കിടക്കും. അതെയാണ് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് പിശാചാണ് ബന്ധപ്പെടുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന മക്കള് സാലിഹ് പൊന്നുമോളെ, നീ എവിടെയാണ് എത്തിച്ചേരുന്നത്? നിന്നിലൂടെ ഉണ്ടാകുന്ന മക്കളേത് നിലക്കെന്നറിയുമോ? പുരുഷ, നീ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെട്ടതെങ്കിൽ, പെണ്ണെ നീ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെട്ടതെങ്കിൽ, നിങ്ങളുടെ ജനനേന്ദ്രിയത്തിനുള്ള പിശാച് ചുരുന്ന് കടന്നിട്ട് നിങ്ങളുമായി ബന്ധപ്പെടുന്നത് പിശാചാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചു വെക്കണ്ടേ? സുബ്ഹാനല്ലാഹ്, എത്ര ഹദീസ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ അവിടെ കാവല് ചോദിക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ജന്നിബി ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, പിശാചിനെ നീ ഒഴിവാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകുന്ന കുട്ടിയെയിൽ നീ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ഈ ബന്ധപ്പെടലിലൂടെ ഞങ്ങൾ നിയ്യത്താകുന്നത് സാലിഹും സാലിഹത്തുമായ മക്കളെയാണ്. ആ മക്കളിലും പൈശാചികത നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഇതാരാണ് ദുആ ചെയ്യേണ്ടത് സഹോദര? ഇത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ചൊല്ലുന്നുണ്ടോ? ചൊല്ലിയിട്ടുണ്ടോ? ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദര. ഏതെങ്കിലും ബ്ലൂ ഫിലിമുകൾ കണ്ടിട്ട് അത്തരത്തിലുള്ള പാശ്ചാത്യരുടെ രതിക്കരടുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മക്കളെ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുതേ. ഇത് ദുന്യാവിലെ ജീവിതം മാത്രമല്ല, ഇതൊരു കുട്ടിക്കളിയല്ല. ഈ മക്കള് 30, 40, 50, 60, 70 എന്ന് വേണ്ട, നീ മരിച്ചു കഴിഞ്ഞാലും ഈ ഭൂമുഖത്ത് കഴിയുന്ന പ്രിയപ്പെട്ട മക്കള്, അവൾ നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ എന്ന് വിളിച്ച് പരിശുദ്ധ ഖുർആനോദി നമുക്ക് വേണ്ടി ഹദിയ ചെയ്യണമെങ്കിൽ നിന്റെ മക്കള് സാലിഹാകണേ, നിന്റെ മക്കൾക്ക് പൈശാചികത ഇല്ലാതിരിക്കണേ. അതിന് നിർബന്ധമായ ഘടകമാണ് പിശാചിനെ തൊട്ട് കാവൽ തേടിയട്ടെ നീ ബന്ധപ്പെടാമുള്ളൂ, ബിസ്മി ചൊല്ലിയട്ടെ ബന്ധപ്പെടാമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി ചിന്തിക്ക് വെറുതെ പറയുന്നതാണോ? വേറെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾ ഈ ബന്ധപ്പെടുന്നതിൽ ഞങ്ങൾക്കുള്ള രസം തരണേ, റാഹത്ത് തരണേ, ഒന്നും അല്ല അവിടെ ചോദിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. പിശാചിനെ തൊട്ട് കാവൽ തേടാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട്? നിന്റെയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും ജനനേന്ദ്രിയം തുറക്കപ്പെടാൻ പോവാണ്. തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെയാണ് പിശാച് കടക്കുക. നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇവിടെ ഒരു പുതപ്പിൻകീഴിലല്ലേ ആയിക്കോട്ടെ, പക്ഷെ അവയവം തുറക്കപ്പെടാൻ പോവാണ്. തുറക്കപ്പെട്ട നമുക്കുള്ളതാകുന്ന ഈ അവയവങ്ങൾ എപ്പോഴാണോ അതിന്റെ ദ്വാരങ്ങൾ തുറക്കുന്നത്, അപ്പൊ കേറുള്ളൂ പിശാച്. അവിടൊക്കെ നബി പറഞ്ഞിട്ടുണ്ട് കാവൽ തേടാൻ. വെറുതെ പറയല്ലോ. മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറി അല്ലേ, ഇടത് കാല് വെച്ച് കയറ്, തലമറയ്ക്ക്.
എന്നിട്ട് ദ്വാരക്ക് എന്താ ദ്വാരക്കേണ്ടത്? അല്ലാഹുവേ റാഹത്തായിട്ട് ശോധന നടന്ന് റാഹത്തായ നിലയിൽ വെള്ളം കിട്ടണേ റബ്ബേ എന്ന് പറഞ്ഞ് ദ്വാരക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതല്ല. എന്താ ദുആ പഠിപ്പിച്ചത്? ചിന്തിക്കാനാണ് ഈ പറയുന്നത്. ചിന്തിക്ക്. اللهم إني أعوذ بك من الخبث والخبائث. അല്ലാഹുവേ പടച്ച റബ്ബേ, ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്, നീ കാത്ത് രക്ഷിക്കണേ നാഥാ. ടോയ്ലറ്റിനുള്ളിൽ കിടക്കുമ്പോൾ ഉള്ള നിക്കറാണ് ആകെ കൂടി ഇതേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് റാഹത്തായിട്ട് ഇതെല്ലാം കെട്ടിക്കിടക്കാതെ എല്ലാം പോണേ റഹ്മാനെ, കിണ്ടലുണ്ട് ഇതെല്ലാം പോയി തരണേ എന്നല്ല ദുആ. ദുആ ഇതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. എന്തുകൊണ്ട്? നീ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് നിന്റെ നഗ്നത വെളിവാക്കി വരുകയാണ്. നിന്റെ മുൻദ്വാരവും പിൻദ്വാരവും തുറക്കപ്പെടാൻ പോവാൻ. ഈ അവയവത്തിനുള്ളിലൂടെ പിശാച് ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ നീ കാവൽ തേട് സയ്യിദുനാ റസൂലുള്ളാഹി. ആരാണ് ഇത് ശ്രദ്ധിക്കുന്നത്? ആരാ ശ്രദ്ധിക്കുന്നത്? ഒന്നുമില്ല. നേരെ കൊണ്ട് കയറുന്നു. ഇവിടുന്ന് പള്ളിയിലോട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ വെമ്പായം ടൗണിലെത്തുമ്പോഴേ തുണി തലയിരിക്കുക കെട്ടിക്കൊണ്ടാ പോകുന്നത്. റാഹത്തായിട്ട് ചില കാക്കാമാര് പോകുന്നതാണ്. ചില മാലത്തിൽ അങ്ങനെയാണ്, മുണ്ട് ഇങ്ങനെ തുണിയെല്ലാം മാടി ഇങ്ങനെ തലയെ വെച്ചോണ്ട് പോവുക. മൂത്രമൊഴിക്കാൻ പോവാ, കാക്ക ബൈ ബൈ പോരാ. നിന്റെ തൊട ഔറത്തല്ലേ, നീ വെളിവാക്കാൻ പാടുണ്ടോ? ഒട്ടുപൊക്കൽ ഉൾപ്പെടെ മറച്ചിരിക്കണ്ടേ? ഇതല്ലേ ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. എന്തേ ശ്രദ്ധിക്കാത്തത്? തൊട വെളി കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ മുണ്ടിങ്ങനെ മടക്കി കുത്തിക്കുക. അതിപ്പോ ഒരു ഫാഷനായി. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ അതാ പരിപാടി. അപ്പൊ അങ്ങനെ മുണ്ടങ്ങനെ തുണി കൊണ്ട് മടക്കി കൊണ്ട് കുത്തിക്കും. ഉസ്താദിന് ഭക്ഷണം വിളമ്പാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തുണി ഇങ്ങനെ പൊക്കി ഇവിടെ തൊട വരെ വെച്ചോണ്ട് കർഷകട്ടെ പരിപാടി. അല്ലാഹു കാത്തിരി രക്ഷിക്കട്ടെ. ഇതിങ്ങനെ പൊക്കി വെച്ചിരിക്കും ഇവിടെ വരെ. വളരെ ശ്രദ്ധിക്കുക. ഐബാണ്, വളരെ ശ്രദ്ധിക്കുക. ഈ ദുനിയാവിലാണ്, ആഖിറത്തിലും ശ്രദ്ധിക്കണം. ഇവിടെ നഗ്നത വെളിവാകാൻ പാടില്ല. പിശാച് പ്രവേശിക്കും, പിശാച് ഉള്ളിൽ കിടക്കും. കടന്നിട്ട് പിന്നെ അതിന് വേറെ ഊതിക്കൊണ്ടിരിക്കണം. അതായി പറയുന്നത്. പിന്നെ മന്ത്രിച്ചിറക്കണം. പിന്നെ ഖുർആൻ അതിന് വേറെ ഉണ്ട്, അത് വേറെ പരിപാടിയുണ്ട്. കയറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇറക്കും ഉസ്താദെ? അതൊക്കെ വേറെ ചികിത്സ, അതിന് വേറെ ഖുർആനിയ ചികിത്സയുണ്ട്. ആദ്യം ഇത് കയറാതിരിക്കാനുള്ള വഴികൾ പറയണ്ട. കയറാതിരിക്കാൻ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കും? കടന്നു കഴിഞ്ഞാൽ പിന്നെ ദിക്റിയെല്ലാം കഴിയൂല, നാവ് വന്തൂല. എപ്പോഴും ഫേസ്ബുക്കും വാട്സാപ്പ് ഇതന്നെ പരിപാടി. ഇതെങ്ങനെ ഉള്ളിലേക്ക് കടന്ന് ഇതെങ്ങനെ ഒന്ന് ഇറക്കാൻ നോക്കണം. ചിന്തിക്ക സഹോദരങ്ങൾ, നമ്മളെന്തിനാ റബ്ബി ലോകത്തേക്ക് പഠിച്ചത്? അള്ളാഹയെ മാത്രം ചിന്തിച്ച് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലേ? റബ്ബിനെ മാത്രം ഇബാദത്ത് എടുക്കാൻ. അതുകൊണ്ടല്ലേ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന മനുഷ്യൻ പറയുന്ന വാക്കേതാ? ഗുഫ്റാനക അൽഹംദുലില്ലാഹി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. അല്ലാഹുവേ, നിന്നോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി, എന്നിൽ നിന്നുള്ള മ്ലേച്ഛതകളെ നീക്കി എന്റെ ശരീരത്തിന് സൗഖ്യം നൽകിയ പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. അല്ലേ? അത് പറയണം, അത് പറയേണ്ടത് തന്നെയാണ്. അല്ലേ? അൽഹംദുലില്ലാഹി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്ന് പറയുക തന്നെ വേണം. അത് പറയാത്തവൻ സത്യത്തിൽ ഏറ്റവും വലിയ കാപട്യനാണ്. കാരണം എന്താ? അവന്റെ മലമൂത്ര ഒന്നും, ഒരു മലവും മൂത്രവും ഒക്കെ ഒരാഴ്ച ഒന്ന് കെട്ടി നോക്കണം, 2 ദിവസം ഒന്ന് കെട്ടി നിന്ന് നോക്കണം. അപ്പൊ അറിയാം അതിന്റെ പ്രയാസം, അപ്പൊ അറിയാം അതിന്റെ പ്രയാസം. ഹോസ്പിറ്റലിൽ പോയി നോക്കണം, മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് കയറി നോക്ക്. ആയിരക്കണക്കിന് ആളുകൾ വിഷമിക്കുന്നതും പ്രയാസപ്പെടുന്നതുമായിട്ട് നിനക്കതിന് കാണാൻ സാധിക്കും. കിഡ്നിക്ക് അസുഖം വന്നിട്ട് കിടക്കുന്ന എത്ര ആളുകൾ കയ്യും കാലും ഒക്കെ നീര് വെച്ചിട്ട്, മുഖമൊക്കെ ഇങ്ങനെ നീര് വെച്ച് പ്രയാസപ്പെട്ട് കിടക്കുക. അല്ലാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ. അതറിയണമെങ്കിൽ നീ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. അത് പറയണം. അത് പറയുന്നതിനല്ല ഞാൻ പറയുന്നത്, മറിച്ച് അല്ലാഹുവേ, നിന്റെ മ്ലേച്ഛതകളെ നീക്കി എനിക്ക് സൗഖ്യം നൽകി അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുക തന്നെ വേണം. ഞാനതല്ല ചോദിക്കുന്നത്. മറിച്ച് എന്തിനു വേണ്ടിയാണ് വലത് കാല് വെച്ച് വെളിയിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ ആദ്യമായിട്ട് ഗുഫ്റാനക, നിന്നോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള പരമാർത്ഥം എന്താണ്? അതെന്തിനാ അത് പറഞ്ഞത്? മലമൂത്ര വിസർജനം അത്രമേൽ വലിയ കുറ്റമാണോ? വെളിക്കിറങ്ങാന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണെങ്കിൽ പറയാം, ക്രിമിനൽ കുറ്റമാണെങ്കിൽ പറയാം, അല്ലാഹുവേ അറിയാതെ പറ്റിപ്പോയാ ക്ഷമിക്കണേ റബ്ബേ, ഗുഫ്റാനക, പാപം നിന്നോട് പുറത്തു തരുന്നു എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇറങ്ങുന്നവൻ പറയേണ്ട വാക്കാണ് മുത്തുനബി പഠിപ്പിച്ചത്. എന്ത്? ഗുഫ്റാനക, നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. എന്താ സംഭവം? എന്താ കാര്യം? ഈ ഒരു 5 മിനിറ്റ്, ഈ ഒരു 10 മിനിറ്റ് നിന്നെ വിട്ടുള്ള ചിന്തയെ എനിക്ക് കഴിയുകയുള്ളൂ. കാരണം ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഈ ടോയ്ലറ്റിനുള്ളിൽ കിടന്നതാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ, ഈ 5 മിനിറ്റോ 10 മിനിറ്റോ വരുന്ന സമയം നിന്നെ ഒഴിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയതിന്റെ പേരിൽ അല്ലാഹുവേ, നീ എന്നെ ശിക്ഷിക്കരുത് അല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ നാഥ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം.
എപ്പോഴും പടച്ച റബ്ബിനെ ആരാധിക്കേണ്ട നീ, അള്ളാഹുവിലേക്ക് മാത്രമായി ഹൃദയം കേന്ദ്രീകരിക്കേണ്ട നീ, നിന്റെ നാവ് കൊണ്ട് എപ്പോഴും പടച്ച റബ്ബിലേക്ക് ദിക്റും സ്വലാത്തും തസ്ബീഹും തഹ്ലീലും തംജീദുമായി കഴിയേണ്ട നീ റബ്ബിനെ വിട്ടുകൊണ്ട് അല്പനേരം ഇതാ മലമൂത്ര വിസർജനം നടത്തുന്ന വേളയിൽ കുറച്ചു നേരത്തേക്ക് പടച്ച റബ്ബിനെ വിട്ടു ചിന്തിച്ചു. അതുകൊണ്ട് നീ റബ്ബിനോട് പാപമോചനത്തിന് അർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ. സയ്യിദുനാ റസൂലുള്ളാഹി ആണ് ചിന്ത എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ഒഴികെ ബാക്കിയുള്ള സമയമൊക്കെ റബ്ബിനെ ചിന്തിക്കണം എന്നർത്ഥം. ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലോ ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിലൊന്ന് ചിന്തിച്ചു. നമ്മൾ ഫേസ്ബുക്ക് അകത്ത് കയറി 2 കഷ്ണം ഇട്ടിട്ടായിരിക്കും, എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി മൊബൈൽ എടുത്തോണ്ട് വരും. മൊബൈൽ വാട്സാപ്പ് നോക്കാൻ പറ്റിയില്ല, എന്നിട്ട് പിന്നെ മൊബൈലുമായിട്ട് അവിടെ പോയിരിക്കും. വാട്സാപ്പ് എല്ലാം നോക്കി, മൊബൈലെല്ലാം റാഹത്താക്കി. എന്നിട്ട് അവിടെ നിന്ന് വെളിയെ പത്രം കൂടെ വന്നേ കേട്ടോ, ഇനിയിപ്പോ പിന്നെ ഇതിനുവേണ്ടി എന്തായാലും ഇരിക്കണ്ട. പത്രമൊക്കെ നോക്കി റാഹത്തായിട്ട് വേണം അവിടെ ഇരുന്ന് പല്ലും തേച്ച് റാഹത്തായി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്, അതല്ലേ ഇന്ന് സമൂഹം. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ മൊബൈലിലൊക്കെ നമ്മൾ ബാത്റൂമിലോട്ട് വെച്ച് ഇതുമായിട്ട് കയറിയാൽ ഇതിലൊക്കെ ബാക്ടീരിയകൾ വരും. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതിയത് തങ്ങന്മാർ വരുന്ന പോലെ ഉസ്താമാർ വരുന്ന തലയെ കെട്ടിക്കൊണ്ട് വലിയ വാലുവിട്ട് വരിക എന്നതല്ല. അത് കയറി ഇതിനകത്ത് കയറി വിരിക്കും. പിന്നെ ഇത് മൊബൈൽ നമ്മൾ അതിനകത്ത് വെച്ച് യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങി നമ്മുടെ കൊച്ചു കുട്ടികൾ ഇത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിലോട്ട് വേഗം വരും. കാരണം അവർക്ക് പ്രതിരോധ ശേഷി കുറവാണ്, അവർക്ക് വേഗം അസുഖം വരും. നമ്മൾ കുട്ടികളെ മൊബൈൽ കൊടുക്കും, അപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് അതിലൂടെ അസുഖം വരും. അതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധിക്കണം. ടോയ്ലറ്റിനുള്ളിൽ പത്രം വായിക്കുക, അതിനുള്ളിൽ പല്ല് തേക്കുക എന്ന് പാടില്ല. വളരെ ശ്രദ്ധിക്കണം. സൂക്ഷ്മതയുള്ള ഉലമാക്കൾ പറയുന്നു, അതിനുള്ളിൽ നീ വുളൂ പോലും എടുക്കാൻ പാടില്ല, പുറത്തു നിന്നെടുക്കണം എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്രത്തോളം സൂക്ഷ്മത വെച്ചിട്ട് സംഭവം 2 സൈഡിലാണെങ്കിൽ പോലും അത് പൊക്കത്താണ് ഉസ്താദേ, ഇപ്പുറത്തും ഒന്നും തെറിക്കൂല എങ്കിൽ പോലും ഒരു സൂക്ഷ്മത അത്രത്തോളം അത് വേണ്ട. അതൊരു ഇബാദത്തിന് വേണ്ടിയുള്ള വേണ്ട, പൊടിയിലായിക്കോട്ടെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ സൂക്ഷ്മതയ്ക്ക് വരും. നമ്മൾ അതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങാം. വെള്ളം എന്തുമാത്രം ഇട്ട് ചെലവാക്കുന്നു, എത്ര നേരം അതിനകത്ത് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടണമെന്ന് പറയാൻ തന്നെ കാരണം. വെള്ളം ഇങ്ങനെ കളയാ അനാവശ്യമായിട്ട്. ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ദൂർത്തടിക്കരുതേ, ദുർവ്യയം ചെയ്യരുതേ. ദൂർത്തടിക്കുന്നവൻ ഇബാദത്തിലാകട്ടെ, വെള്ളത്തിലാകട്ടെ, ഭക്ഷണത്തിലാകട്ടെ വേസ്റ്റാക്കുന്ന സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവരാരുടെ കൂട്ടുകാരെന്നറിയുമോ? അവർ പാശ്ചാത്യരുടെ കൂട്ടുകാരെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ വക്താക്കളാണെന്ന് പരിശുദ്ധ ഖുർആൻ. പിശാചിന്റെ സഹോദരങ്ങളാണ്, അവരുടെ ആൾക്കാരാണ്. ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ. 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ് അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. മഹാനുഭാവൻ കാസർഗോഡ് ജില്ലയിൽ വാതിന് പോയിട്ട് അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന എന്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വേണ്ടി അയച്ചതാകുന്ന കത്താണിത്. കത്ത് നമ്മളൊക്കെ വീട്ടിലോട്ട് സുഖം തന്നെ അല്ലേടി, റാഹത്തല്ലേ എന്ന് ചോദിക്കും. മക്കൾക്കൊക്കെ എങ്ങനെയുണ്ട് ഇതാ ചോദിക്കുക, വേറൊന്നുമില്ല. ഇതൊക്കെ ചോദിക്കുന്നതിനോടൊപ്പം പദ്യ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, ഉപദേശം. അവിടെ പോയിട്ട് വാത് ഇങ്ങോട്ട് കൊടുക്കുക, അത് എഴുത്തിലൂടെ. എങ്ങനെ? ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ. 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ചോറ് കളയരുത് കേട്ടോ. അത് മക്കൾക്ക് കൊടുക്കുമ്പോ വിളമ്പി നിരത്തി വീഴരുത്, അത് വെറുതെ പൊഴിച്ചു കളയരുത്. കാരണം 1 മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവി മഹത്വമേറിയതാ, ഷിഫ അത് മുഴുക്കാക്കിയതാ. മൊത്തത്തിൽ അതിന് ഷിഫയാ. ഒരു പ്ലേറ്റിൽ നിന്ന് അല്പം താഴോട്ട് മേശപ്പുറത്താ, നല്ല തൂത്ത് തുടച്ച മേശപ്പുറം, നല്ല വൃത്തിയുള്ള മേശപ്പുറമാ. ഇപ്പൊ വളരെ റാഹത്താ, തൈരൊക്കെ ഇട്ട് നല്ല പഴയ പോലെ മണ്ണൊന്നുമല്ല. അത് എടുത്ത് കഴുകിയിട്ട് പ്ലേറ്റിലിട്ട് കഴിച്ചോളി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഷിഫയത് മുഴുക്കയാക്കിയതാ. അതും കൂടി കഴിക്കുമ്പോഴാ പരിപൂർണ്ണ രോഗശമനം ഉണ്ടാകുക. നമ്മളെ
ടേസ്റ്റ് ഇങ്ങനെ ഒരു ഇറച്ചി കഷ്ടം ഇങ്ങനെ ചെയ്യുമ്പോട്ട് അത് വെളിയിലിട്ട് അതിനും ഉണ്ട് ഒരു 10-15 ചോറിന്റെ വറ്റ് അതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ മക്കളുടെ ഭക്ഷണ രീതി. വേണ്ട, ഇന്ന് വൈകിട്ട് തന്നെ ഭക്ഷണം അത് കഴിഞ്ഞിട്ട് ഇന്ന് മക്കൾ കഴിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. മാതാപിതാക്കൾ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഇതൊക്കെ ഇനി എന്താ പഠിക്കുന്നത്? ഇതൊക്കെ എന്നാണ് ഇനി മക്കൾ ഇനി തദ്രീബത്തുണ്ടാകുന്നത്? എന്നാ ഇനി ജീവിതത്തിൽ ശ്രദ്ധ വരുന്നത്? ഒരു കാര്യത്തിനും പാടില്ല, എവിടെയും പാടില്ല, ഇബാദത്തിനും പാടില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും പകല് നോമ്പാണ്, വൈകിട്ട് മുഴുവനും നിസ്കാരമാണെന്ന് പ്രവാചകനോട് പറയവേ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരിക്കലും ചെയ്യരുതേ, നിങ്ങളെ കൊണ്ട് കഴിവാകുന്നതേ പറ്റൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ ദിവസവും പകൽ നോമ്പനുഷ്ഠിക്കുകയും എല്ലാ ദിവസവും രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുക്കുകയും ചെയ്യാൻ പരിശുദ്ധ ദീൻ പറയുന്നില്ല. മറിച്ച് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം നീ ദിക്ർ ചൊല്ലുന്ന സമയവും സന്ദർഭവും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലാക്കണേ. അത് തന്നെ രാപ്പകലില്ലാതെ പടച്ചിറപ്പിലേക്ക് തിരിക്കണമെന്ന് പരിശുദ്ധ ദീൻ പറയുന്നില്ല. നീ ദാവൂദ് നബിയുടെ നോമ്പ് അനുഷ്ഠിക്കണേ. അഥവാ ഒരു ദിവസം നോമ്പാണെങ്കിൽ അടുത്ത ദിവസം നോമ്പില്ല, പിറ്റേ ദിവസം നോമ്പാണെങ്കിൽ അടുത്ത ദിവസം നോമ്പില്ല, അതിനടുത്ത ദിവസം നോമ്പാണെങ്കിൽ അതിനടുത്ത ദിവസം നോമ്പില്ല. ഇതേ രീതിയിൽ പോകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വേണം. ഇബാദത്തിൽ പോലും ദൂർത്ത് പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു പെണ്ണുണ്ടോ? കൊള്ളാവല്ലോ, നല്ല പെണ്ണാണല്ലോ, സൂപ്പറാണല്ലോ, അവളെ കൊള്ളാവല്ലോ. എല്ലാ ദിവസവും നോമ്പ്, എല്ലാ ദിവസവും വൈകിട്ട് നിസ്കാരം. പെണ്ണുങ്ങൾക്ക് അതൊരു വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി പറഞ്ഞത്, നബിയെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്ന ഒരു പെണ്ണ്, ഡെയിലി രാത്രി മുഴുവൻ ഉറക്കുളയ്ക്കുന്ന ഒരു പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര. അപ്പോഴെ നബി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, പാടില്ല അങ്ങനെ ചെയ്യാൻ. ആരാ പറഞ്ഞത്? എന്നോട് ആരാ പറഞ്ഞത്? അത്തരത്തിലുള്ള ഏതെങ്കിലും ചിന്നുമ്മയും അത്തരത്തിലുള്ള ഏതെങ്കിലും 10 പേരിൽ 50 മോതിരം ഇട്ടുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്ന ആളുകളെ കാണുമ്പോ അവരുടെ മുന്നിൽ തലകുനിച്ച് നിന്നുകൊണ്ട് ഓശാനിച്ച് നിന്ന് പരിശുദ്ധ ദീനിനെ പണയപ്പെടുത്താൻ പെണ്ണെ നിന്നോട് ആരാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണോ ദീന് നീ മനസ്സിലാക്കിയത്? എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോ ഭയങ്കര സംഭവം നീ കരുതണ്ട. ഭയങ്കര സംഭവം കരുതണ്ട. പച്ച പുതച്ചിട്ട് കയ്യിൽ മുതൽ 50 മോതിരം ഇട്ടിട്ട് ഹൂഹ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നവനെ നീ വലിയ വിലായത്തിന്റെ പട്ടം ചുമച്ചവന് കൊടുക്കണ്ട. നമുക്ക് മുന്നിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സമുന്നതരായ പണ്ഡിതന്മാരുണ്ട്. അവരുടെ നേതൃത്വത്തിന് കീഴിലായി നമ്മൾ അണിനിരക്കുക. അവർ നമുക്ക് പഠിപ്പിച്ചു. എത്ര ദിക്ർ ഇവിടെ ചെല്ലാനുണ്ട് സഹോദരങ്ങളെ. ഞാൻ പഠിപ്പിച്ചില്ലേ തലയിലിടുന്ന മഹിതമായ സുന്നത്ത് തൊപ്പി. അള്ളാന്റെ പള്ളിയിലേക്ക് കയറുമ്പോ വലതുകാല് വെച്ച് കയറുന്നു, ഇറങ്ങുമ്പോ ഇടതുകാല് വെച്ച് ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് അവൻ ഇടേണ്ടത് ചെരുപ്പ് വലതുകാല് കൊണ്ടാണ്. പക്ഷെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനുഷ്യൻ ചെരുപ്പിന്റെ മേല് കാലെടുത്ത് വെക്കുന്നു. അല്ലേ? വലതുകാല് വെച്ച് കയറുന്നു, ഇടതുകാല് വെച്ച് ഇറങ്ങണം. ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ചെരുപ്പ് ഏതായിരിക്കും ആദ്യം ഇടുക? ഇടതുകാലായിരിക്കണം. കാരണം ഇറങ്ങുന്ന ഏതുകാല് വെച്ചിട്ടാ? ഇടതുകാല് വെച്ച് ഇറങ്ങുന്നത്. പക്ഷെ ചെരുപ്പിടൽ ഏതുകാല് വെച്ച ഇടൽ സുന്നത്ത്, വലതുകാല് വെച്ച സുന്നത്ത്. അപ്പൊ എന്ത് ചെയ്യണം? അതുവരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പിന്റെ മേലങ്ങോട്ട് ഇറങ്ങി നിൽക്കുക, എന്നിട്ട് വലതുകാല് വെച്ച് ചെരുപ്പിടുക, പിന്നീട് ഇടതുകാല് ധരിക്കുക. ഇങ്ങനെ പരിശുദ്ധ ദീനിന്റെ ഓരോ തിരുസുന്നത്തുകളെയും വ്യക്തമായ രീതിയിൽ തിരിച്ചറിവ് നൽകിയതായ പരിശുദ്ധ ദീനിന്റെ സുന്നത്തുകളെയും ആശയാദർശങ്ങളെയും തള്ളിയിട്ട് പിന്നെ നീ എന്തിനാ മോനെ നിസ്കാരമില്ലാത്തതായ വിലായത്തിന്റെ അഹ്ലികാരിലേക്ക് നീ പോകുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതല്ല സൂഫിസം. ദിക്ർ ചെല്ലിന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലി കഴിയുന്ന ഒരു സുന്നിയുടെ പുറകെ അല്ലെങ്കിൽ ഷെയ്ഖിന്റെ പുറകെ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകണമെന്നല്ല. അതിന്റെ പുറകെ നിൽക്കണ്ട. നമ്മൾ ആളെ കണ്ടെത്തണം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നോക്കണം. നമുക്കിപ്പോ ചെയ്യാൻ പറ്റിയ എത്രയോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല. നിസ്കാരം തന്നെ 5 വഖത്തില്ലാത്തവൻ ചുമ്മാ ദിക്ർ ചൊല്ലി കഴിഞ്ഞുകൂടിയ രക്ഷപ്പെടുമെന്നൊന്നും പറയാൻ പറ്റൂല. ഒരിക്കലും അങ്ങനെയില്ല. നിസ്കാരമില്ലാത്തവൻ ഒരു വലിയുമല്ല, ഒരു ചുക്കുമല്ല, ലാശൈ ആണ്, ഒന്നുമില്ല. ഞാനിത് പറയുന്നത് കേരളക്കരയിലെ പല ജില്ലകളിലും അത്തരത്തിലുള്ള ആളുകൾ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൽ വിനീത വാതിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കള്ള ഷെയ്ത്താന്റെ ഒരു കള്ള സൂഫിയുടെ, കേരളത്തിലെ സർവ്വ ആലിമീങ്ങൾ മുഴുവനും എതിർത്തു പറഞ്ഞ ഒരു കള്ള സൂഫിന്റെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മലയാള പുസ്തകം ആ വീട്ടുകാരൻ എനിക്ക് നൽകി. ആലുവ ബേസ് ചെയ്തിട്ടുള്ള ഒരു കള്ള സൂഫിയുടെ ഒരു പുസ്തകം എനിക്ക് നൽകി.
അപ്പൊ ഞാൻ ആ പുസ്തകം എടുത്തപ്പോ ഞാൻ ഓർത്ത് എന്നെ വീട്ടുകാരൻ ഒന്ന് പരീക്ഷിച്ചതായിരിക്കും. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ എനിക്കതെന്ന് ദേഷ്യത്തോടുകൂടി ചോദിച്ചു, നിങ്ങളെന്തിനാ ഈ പുസ്തകം എനിക്കെന്തിനാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയത്തില്ല ഉസ്താദേ. കാരണം മൂപ്പര് കർണാടക സ്റ്റേറ്റ്, എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി മൂപ്പർക്ക് അതുകൊണ്ടാണ് വായിക്കാൻ അറിയാവുന്ന നമുക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നൊരു പാവപ്പെട്ടം തന്നത്. പക്ഷെ ഈ പുസ്തകം അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, ഇതെപ്പോഴും നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കിട്ടി? അപ്പൊ പറഞ്ഞു, 2 ദിവസം മുമ്പ് 3 ഉസ്താദുമാര് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കേരളത്തിലൊരു ഷെയ്ഖിനെ പരിചയപ്പെടുത്തിയിട്ട് ഈ പുസ്തകം തന്നെയാണ്. അപ്പോൾ മൂപ്പർക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് മൂപ്പര് രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞ്, ഇന്ന ആഴ്ചയിൽ ഇന്നടുത്ത് പരിപാടി ഉണ്ട്, ഇവിടെ വരണം. ചിന്തിച്ചോണം, ഇതിനുവേണ്ടി ആളുകൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക, ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ക്ഷണിക്കുക. അങ്ങനെയാണ്. പിശാചിന്റെ ശക്തികൾ ഇങ്ങനെ റോന്ത് ചുറ്റി 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 ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ പുസ്തകം വാങ്ങിച്ചു കൊണ്ടുവന്നു. കാരണം അവിടെ വെച്ചാൽ ഇനി വേറെ വല്ല മലയാളി വന്ന് അത് കൊണ്ടുപോയെങ്കിലും അവൻ പിഴച്ചു പോകണ്ട, ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറയുന്നത് അത്രത്തോളം നമ്മുടെ നാട്ടിൽ ആളെ കിട്ടാനില്ലാണ്ട് മറുനാട്ടിലേക്ക് പോയി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് തന്നെ ആളെ പിടിച്ചുകൊണ്ട് വരിക. അതുകൊണ്ട് സ്ത്രീ വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിഹ്നം രൂപാന്തരപ്പെടുമ്പോൾ അവർ വലിയ ശൈഖത്താണ് എന്ന് പറഞ്ഞ് അവരുടെ പിറകെ ഒന്നും നമ്മൾ പോകണ്ട. പ്രത്യേകിച്ച് സഹോദരിമാര് അങ്ങോട്ടൊന്നും നമ്മൾ ഓടി നടക്കണ്ട. അവര് പകല് മുഴുവനും ബാഹുവിൽ ഇരുന്ന് കാണുന്ന കൗമാണ്, മനസ്സിലായിക്കോണം. അങ്ങനെ ഇരുന്ന് സിനിമയും കണ്ട് എല്ലാം കണ്ടിട്ട് പിന്നെ വലിയ പച്ച പൊതിച്ചിട്ട് മാറിയിരിക്കും. ഇങ്ങനത്തെ കൗമിന്റെ അടുത്തോട്ടും നമ്മൾ പോകണ്ട. നിങ്ങൾക്ക് ദീൻ പറഞ്ഞതനുസരിച്ച് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന പിശാചിനെ ഇറക്കാനുള്ള പണി നോക്ക്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആനോത്തിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദസ്തയഖല അഹദുകും മിൻ മനാമിഹി ഫലസ്തൻശഖ സലാസ ഫഇന്ന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് wudu എടുക്കുന്ന സമയത്ത് ഇസ്തിൻശാഖ് നടത്തണേ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണേ. എന്തേ കാരണം? ഫഇന്ന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി. പിശാചവന്റെ തരിമൂക്കിലാണ് ഉറങ്ങുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. പിശാച് തരിമൂക്കിൽ ഉറങ്ങി. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ് പിശാച് ഉള്ളിലേക്ക് കടക്കുക. നീ രാത്രി ഉറങ്ങുന്ന സമയത്ത് നിന്റെ മൂക്കിലൂടെ തരിമൂക്കിലേക്ക് പ്രവേശിക്കും. കാരണം ഇത് തുറന്നിരിക്കുക. അബൂ ഉസ്താദേ, പകലും തുറന്നിട്ടുണ്ടല്ലോ. പകല് നീ ഉണർവിലാണ്, നീ അള്ളാഹയെ സ്മരിച്ച് ദിക്റില കേറൂല. രാത്രി നീ നിദ്രയിലാണ്, ഉള്ളിൽ കയറി. കാരണം നീ ഹെഡ്സെറ്റ് വെച്ച് സിനിമാ പാട്ട് കേട്ടാ കിടക്കുന്നത്. കയറിയില്ലെങ്കിൽ അതിശയമുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. എപ്പോ അവയവം തുറക്കപ്പെടുന്നു അപ്പൊ കയറും, അപ്പൊ കയറും. നീ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ദിക്റും സ്വലാത്തും ഇബാദത്തും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്, എങ്കിൽ രക്ഷപ്പെട്ടു. അല്പം വെള്ളം മൂക്കിൽ കയറ്റി ഇടത് കൈകൊണ്ട് ചീറ്റിക്കളയുന്നതിനാണ് ഇസ്തിൻഷാഖ് എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബിൽ പ്രബല സുന്നത്താൽ. പക്ഷേ നമ്മളിൽ 99% ചെയ്യാത്ത ഒരു അമലാണ്. നമ്മൾ വായിൽ ഇങ്ങനെ വെള്ളം, മൂക്കിൽ വെള്ളം കയറ്റി തീർക്കുന്ന പരിപാടി അതിങ്ങനെ വേണം, ഇങ്ങനെ കാണിക്കും. അങ്ങോട്ട് വെള്ളം കൊണ്ടുപോയിട്ട് പോലും സ്വല്പം, ഒരുപാടല്ല, സ്വല്പം വെള്ളം. ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം അല്പം കയറ്റുക, എന്നിട്ട് ചീറ്റിക്കളയുക. ചെറിയ ചിന്ന വിരലിട്ടിട്ട് നമ്മൾ ഇളക്കി കളയുക, അഴുക്ക് കളയുക. അല്ലാതെ നാളെ ഉസ്താദ് പറഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിൽ മോട്ടർ വാങ്ങാൻ പോകട്ടോ, ഉള്ളോട്ട് എവിടെ പോയി മോട്ടർ എൻ്റെ മൂക്കിനകത്തൊരു കണക്ഷൻ ചെയ്തിട്ട് വെള്ളം അടിച്ച് കയറ്റാനല്ല. സ്വല്പം വെള്ളം, അങ്ങനെയാണ് ആള് മയ്യത്താവും. സ്വല്പം വെള്ളം ഉള്ളിൽ കയറ്റി ചീറ്റുക. അതൊക്കെ സുന്നത്താണ്. wudu എടുക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കേണ്ട സുന്നത്ത് തന്നെയാണ്. രാവിലെ നേരം വെളുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യണം. എന്തേ കാരണം? ഫഇന്ന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി. പിശാച് രാമാർക്കുന്നത് അവന്റെ തരിമൂക്കിൽ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിശാചിന് പറഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ വിഷയം ഒരുപാടായി പോകും. തിരിച്ചു വരികയാണ്. ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തിയേക്കാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ തഫഅബ അഹദുകും ഫൽയുംസിഖ് അലാ ഫീ ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാ, നിങ്ങൾ വായ്ക്കോട്ട വിട്ടു കഴിഞ്ഞാൽ ഇടത് കൈയുടെ മറുഭാഗം കൊണ്ട് നിങ്ങൾ വാ പരിപൂർണമായി അടച്ചു പിടിക്കണേ. എന്തേ കാരണം? ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി. പിശാചവന്റെ ഉള്ളിലേക്ക് കടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് ഉള്ളിലേക്ക് കടക്കും വായ്ക്കോട്ട വിടുന്ന സമയത്ത്. വാ തുറക്കുന്ന സമയത്ത് വേഗം ഇടത് കൈയുടെ മറുഭാഗം കൊണ്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം. വെറുതെ ഇങ്ങനെ കൈ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കടിച്ചു വിട്ടാൽ പോരാ, ശരിക്കും അടച്ചു പിടിക്കണം.
സ്വല്പം ഒരു വിടവ് പോലും വരാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി ഒക്കെ ശ്രദ്ധിക്കണം. വേറെ ഒന്നുകൂടെ പറയുന്നില്ല. കാരണം എന്ത്? നിനക്ക് രോഗം വരുമെന്ന് ഒന്നുമല്ല കാരണം പറയുന്നത്, പിശാച് ഉള്ളിക്ക് കടത്തും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സയ്യിദുനാ റസൂലുള്ളാഹി അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോ പാനീയം കുടിക്കുമ്പോ വലം യുസമ്മില്ലാഹ യഅകുലു മഅഹു ശൈത്വാനൻ, ബിസ്മി ചൊല്ലാതെയാണ് ഭക്ഷണം കഴിച്ചത്, ബിസ്മി ചൊല്ലാതെയാണ് നീ പാനീയം കുടിച്ചതെങ്കിൽ പിശാച് നിന്നോടൊപ്പം കഴിക്കും, നിനക്ക് രോഗമുണ്ടാകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലണം. ഇതൊക്കെ വാപ്പായും ഉമ്മയൊക്കെ പറയുമ്പോ നമ്മൾ മദ്രസയിലൊക്കെ അവിടെ കളിതമാശയായിട്ട് എടുക്കണ്ട, ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്റെ വാപ്പയുടെ, എന്റെ ഉപ്പയുടെ ഉപ്പ, ഞാൻ ഓർത്തു പോകുന്നു. എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ബിസ്മി ഉറക്കെ ചെല്ലും. എല്ലാവരും ഒരുമിച്ച് ഇരുത്തോളൂ. എന്നിട്ട് ബിസ്മി ഉറക്കെ ചെല്ലും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ബിസ്മി ഉറക്കെ ചെല്ലും. അപ്പൊ അത്രയും നല്ലതാണ്. അങ്ങനെ പ്രായമുള്ള ഒരു വീട്ടിലുള്ള ഒരാൾ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാഹ് ബാക്കിയുള്ളവർ മറന്നാലും ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു എന്തെങ്കിലും ഒരു രണ്ടാമതെങ്കിലും പറയും. ശ്രദ്ധിക്കണം. നമ്മളതിന് മടിവെക്കേണ്ട കാര്യമില്ല. ഉറക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴേ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവുള്ളൂ. പിശാചോടും അവൻ നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനില്ല. പിശാച് ഉണ്ടാവൂല, അല്ലെങ്കിൽ അസുഖം വരും. അതുകൊണ്ടല്ലേ ഇന്ന് മാറാവ്യാധികൾ കൊണ്ട് എത്രയെത്ര ആളുകളാ മുസ്ലിം സഹോദരങ്ങളല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ മാഅ ഖായിമാ ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരൊരുവൻ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുവോ കുടിക്കുന്നുവോ, ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലാ. മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമേ. ഹബീബായ റസൂലുള്ളാഹി ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് RCCയുടെ വരാന്തയിൽ പൊട്ടിക്കരയുന്നതായ സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? എന്തുകൊണ്ടാണ് പലർക്കും അത് ഉണ്ടാകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലാ. മരുന്നില്ലാത്ത മാറാവ്യാധികൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമേ. ഉസ്താദേ, എന്റെ പൊന്നമോന് 2 വയസ്സേ ഉള്ളൂ, എന്റെ പൊന്നമോൾക്ക് 4 വയസ്സേ ഉള്ളൂ, പ്രയാസമാണ്, നൊമ്പരമാണ്, കിഡ്നി രണ്ടും തകരാറിലാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഡയാലിസിസിന് വിധേയനാണെന്ന് പറയുന്നവരെ, നിന്റെ പൊന്നമോൻ ജനിച്ചത് മുതൽ ആ പൊന്നമോനോ പൊന്നമോൾക്കോ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുല ചൊരുത്തി കൊടുക്കുന്ന ഉമ്മ ബിസ്മി ചൊല്ലാറുണ്ടോ? 9 മാസം ഗർഭം ചുമക്കുന്ന സമയത്തും സീരിയലിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് ഇശാമഗരി പെണ്ണരികിൽ പവിത്രമായ സമയം മുഴുവനും ഹരിച്ചു കളഞ്ഞ പെണ്ണല്ലയോ? സീരിയല് കണ്ടവളല്ലയോ? സിനിമാ പാട്ടുകൾ കേട്ടവരല്ലയോ? സിനിമാ ഗാനങ്ങൾ കേട്ടവരല്ലയോ? സിനിമയുടെ ലോകത്തേക്ക് വിഹരിച്ചവരല്ലയോ? പിന്നെങ്ങനാ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പൈശാചികത കൊണ്ടാതിരിക്കുക? ആ പൊന്നുമോന് ജനിച്ചു വരുമ്പോ അവന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കുടിക്കുമോനെ എന്ന് പറയുന്നതിന് പകരം അവനെ മടിയിലിരുത്തിക്കൊണ്ട് ബിസ്മി ചൊല്ലി അവന്റെ വലത് കൈ കൊണ്ട് കുടിപ്പിക്കണേ. ബിസ്മി അറിയാത്ത, ചൊല്ലാൻ അറിയാത്ത പൊന്നുമോനാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, നീ ബിസ്മി ചൊല്ലിക്കൊണ്ട് മക്കളെ കൊണ്ട് കുടിപ്പിക്കണേ. ഇന്ന് കല്യാണത്തിന് സംസ്കാരങ്ങൾ കടന്നു വന്നത്, എത്രയെത്ര പാശ്ചാത്യരുടെ സംസ്കാരങ്ങൾ ഇന്ന് നമുക്കിടയിലേക്ക് കടന്നു വന്നില്ലയോ? വലിയ തോണി നിറച്ച് മീൻ നിരത്തി വെച്ചിട്ട് അത് കച്ചവടം ചെയ്യുന്നത് പോലെ ഇഷ്ടം പോലെ ബൊഫേ സംസ്കാരമായി ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും എടുത്തു കഴിക്കാം, ആർക്ക് വേണമെങ്കിലും തിന്ന് സഹിക്കാം എന്ന രീതിയിൽ ഭക്ഷണ തെളികൾ വാരി വലിച്ചു വരുന്നവരെ ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അവഹേളിക്കുന്ന രീതിയിൽ നിർത്തിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം, അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സഹോദര, അതിനു വേണ്ടി പോകുന്ന സഹോദരി, ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലാ. 50 രൂപയുടെ ബിരിയാണി ആയിരിക്കാം നീ നിന്ന് കഴിച്ചിട്ടുള്ളത്, പക്ഷെ നിനക്ക് 50 ലക്ഷവും കൊടുത്താലും തീർത്താത്തതായ രോഗം കൊണ്ട് പരീക്ഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറാ, ലാ തജഅലൂ ബുയൂതകും മഖാബിറാ.
അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനമാക്കരുതേ, അഥവാ ഖബറിന്റെ സ്ഥാനം പോലെ മൂകമായ അന്തരീക്ഷമാക്കരുതേ. ഖബർസ്ഥാൻ നമ്മളിപ്പോ പോയാൽ ഖബർസ്ഥാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിശാച് കടക്കാതിരിക്കാൻ നിങ്ങളുടെ വീടുകൾ ഓതേണ്ട ഒരു സൂറത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുണ്ടോ, ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ, അതിൽ പിശാച് കടക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് കടക്കൂല, പിശാച് കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി എന്തോദണം? സൂറത്തുൽ ബഖറ ഓതണം. വെക്കേഷൻ ടൈമല്ലേ ഓത്. എന്തിനാ മക്കളെ പഠിപ്പിച്ചത്? 8, 9, 10 വരെ മക്കൾ ഖുർആൻ പഠിച്ചത് എന്തിനാ? ഖുർആൻ ഓതാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്ര കഷ്ടപ്പെട്ടത് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത പ്രിയപ്പെട്ട പിതാവ് അന്യന്റെ അടുക്കളയിൽ പോയി എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയം തൊട്ടുകൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ, സഹോദരങ്ങൾ, ഇവരൊക്കെ നിയ്യത്ത് വെച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ ഖുർആൻ എന്ന് ഓതി കാണണം. അതിനാണ് അവനെ ഹാഫിള് പഠിക്കാൻ വേണ്ടി വിട്ടത്, അതിനാണ് അവനെ ആലിമാക്കാൻ വിട്ടത്, അതിനാണ് അവനെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചത്. ഉസ്താദേ, എന്റെ പൊന്നുമോൻ 8 വരെ പഠിച്ചിട്ടുണ്ട്. വീട് പാല് കാച്ചിനാണ് ഈ പറയുന്നത്. അപ്പൊ പാല് കാച്ചുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂടി എന്തോതുക? തീ കത്തിക്കുന്ന സന്ദർഭത്തിൽ ലീലാഫി ഖുറൈശ് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്ത് 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് എല്ലാവരും കൂടി ഓതിയാൽ യാമനാൾ വരെ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഉസ്താദേ, നമ്മുടെ വീടൊക്കെ കൂടി വരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഉസ്താദ് ഇത് പറയുന്നത്. താജിക്ക മനസ്സിൽ ഇപ്പൊ കരുതുന്നുണ്ടാവും. അങ്ങനെ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളതും കൂടെ ഓതിയാനല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇതിനകത്ത് ധാരാളം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തോ, നാളെ വീട്ടിൽ പോയിട്ട് രാവിലെ സ്വല്പം പാല് വാങ്ങി രാവിലെ കാഴ്ച. രാവിലത്തെ എന്താണ് നമ്മൾ ചായ എത്തുന്നത്. അപ്പൊ ഈ സൂറത്ത് എല്ലാവരും കൂടെ വീട്ടിലുള്ളവർ, ശുദ്ധിയുള്ളവരെല്ലാം കൂടി എന്ത് ചെയ്യുക, ഈ സൂറത്ത് ഒരു 3 പ്രാവശ്യം ഓതും. അള്ളാഹു അത് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കുന്നു മാരണം. നമ്മളിപ്പോ അത് പറഞ്ഞതിന്റെ ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ വലിയ പ്രശ്നം സാമ്പത്തിക മാന്ദ്യവും പ്രയാസമാണ്. ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സമൂഹം. അള്ളാഹു നമുക്ക് തിരിച്ചു വരാൻ തൗഫീഖ് തരട്ടെ. അതിനുള്ള തിരിച്ചുവരവിന്റെ ഒരു മാർഗം, തുടക്കം നാളെ നേരം വെളുത്താൽ രാവിലെ ചെയ്യേണ്ട ഒരു അമലാണിത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പവിത്രമായ ശഅബാൻ മാസത്തിന്റെ ബറക്കത്തുള്ള അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഒരു ഖുർആനാണ്, ചികിത്സ. അപ്പൊ മക്കളെ കൊണ്ട് ഖുർആൻ ഓദിക്കാൻ ശൈത്താൻ ഇറങ്ങി ഓടും. വീട്ടിൽ ബറക്കത്തുണ്ടാവും, വീട് വെളിച്ചമാവും. നമ്മൾ വീട്ടിൽ ഇപ്പോൾ തീയ കഴിഞ്ഞാൽ എപ്പോഴും ടിവിയുടെ ശബ്ദമാണ്, എപ്പോഴും. അതിൽ കുറെ നേരം ഭാര്യയിരുന്നു, മഗ്രിബ് ഇശാ വരെ, അതുവരെ 9 മണി വരെ അള്ളാഹ് നമ്മുടെ ചോദിക്കരുത്. അതുകൊണ്ടാണല്ലോ മക്കളോട് പറയുന്നത്, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊയ്ക്കോ, വൈകിട്ട് നിങ്ങൾ പാതിരാത്രി ആകുമ്പോൾ എത്തിയാൽ മതി, 9 വരെ ആകുമ്പോൾ എത്തണേന്ന് ഉമ്മ പറയുന്നത്. കാരണം അതുവരെ അവരുടെ സീരിയലുണ്ട്. അതുവരെ നേരത്തെ വന്ന ഹെവാൻ റിമോട്ട് ചോദിക്കും, അങ്ങനെ IPL കളി കാണണം, അതുകൊണ്ട് ഇവനെ ഓടിച്ചു വിടുക. എവിടെയെങ്കിലും പോയിക്കോട്ടെ, 9 ആകുമ്പോൾ എത്തിയേക്കണം കേട്ടോ, ഭയങ്കര ഉത്തരവാദിത്വം ഉള്ളവര്. കാരണം എന്താ, 9 വന്നാൽ മതി ഹെവാൻ, അപ്പോഴേ റിമോട്ട് കിട്ടുള്ളൂ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുവരെ അവർക്ക് വേണം. പിന്നെ കുറച്ചു നേരം വാപ്പ വാർത്ത കേൾക്കാനാന്ന് പറഞ്ഞ് ആദ്യം ഓരോ ചാനൽ, വാർത്തയുടെ ചാനലിടും, പിന്നെ തെറ്റി വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. സിനിമ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എന്നിട്ട് പിന്നെ മക്കൾ വരുമ്പോൾ വീണ്ടും വാർത്ത. ആഹാ, അങ്ങനെ ഇത് കഴിയുമ്പോൾ മക്കൾ വന്ന് പിന്നെ അത് റിമോട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ കുടുംബം മുഴുവൻ ആ ഒരു ചുറ്റുപട്ടിലേക്ക് പോയി. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് എവിടെയാ? ഹോം തിയേറ്ററിന്റെ മുന്നിൽ, വീട്ടിൽ ടിവിയുടെ മുന്നിലാണ്. എവിടെയാണ്? ഭക്ഷണത്തിലയുടെ മുന്നിലില്ല. പാപ്പായും ഉമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കൂല. പാപ്പ അടുത്ത് വന്നിരുന്ന മകൻ പതുക്കെ എഴുന്നേറ്റ് പോവാ. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അവന്. ഇന്നത്തെ വീടുകളുടെ അവസ്ഥയായി പറയുന്നത്. മകന്റെ അടുത്തോട്ട് വാപ്പ ഇരിക്കൂല, അവനും ഇടത്തേക്ക്, അവന് വേറെ അരച്ചു കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ലോ നമുക്ക് നോക്കാം. പാപ്പായി ഈ രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന പരിപാടിയില്ല. കുടുംബത്തിന്റെ അന്തരീക്ഷം അങ്ങനെ പോയി. എവിടെ സ്നേഹം വരും? വിവാഹം കഴിയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. ഞാൻ ഇന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത്
ഇന്നലെ മലപ്പുറം തിരുവരങ്ങാടി അവിടുന്ന് വാത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രാവിലെ ഒരു 3 മണിയായപ്പോൾ തൊട്ടപ്പുറം സീറ്റിൽ ഭയങ്കര സംസാരം. എഴുന്നേറ്റ് നോക്കുമ്പോൾ 2 കമിതാക്കളാണ്. ആ സമയത്ത് കണ്ട് കയറി വന്നത് അവിടുന്ന്. ഞാനങ്ങോട്ട് ചെറുതായിട്ട് ഉറക്കം പിടിച്ചൊരു 3 മണി ആയിട്ടുള്ളൂ. ഞാൻ കയറിയത് 2 മണിക്കാണ്. ഉറക്കം പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഭയങ്കര സംസാരം. സംഭവം എന്നിട്ട് എന്റെ പൊന്നെ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവസാനം പറഞ്ഞു, ഒന്ന് പതുക്കെ നിങ്ങൾ സംസാരിച്ചോ, പതുക്കെ ആയിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. എനിക്ക് രാത്രിയിലാണ്, നമുക്ക് ഈ സമയത്ത് വെച്ചിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ അവർ സൈലന്റ് ആക്കി. അവർക്ക് RIC ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു സീറ്റ് തന്നെ പകുതി എടുത്ത് റാഹത്തായിക്കോണം. അതിന് അവരവിടെ ഇരുന്നിട്ട് തേനെ പാലേ എന്നൊക്കെ വിളിച്ച് ഭയങ്കര പരിപാടി. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ച്, ഇതിപ്പോൾ കല്യാണം കഴിക്കാത്ത ടീമുകളായിരിക്കും. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നാൾ കൂടെ ഉണ്ടാവും ഈ സ്നേഹം. 1 ആഴ്ച 2 ആഴ്ച ഭയങ്കരമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ്. അവൾ എന്നെ വിളിക്കുന്നു, ഞാൻ അവിടെ ചെന്നിട്ട് ആഹാരം കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് 1-2 കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ചിരിക്കുന്നില്ല. പിന്നെ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തെ റൂമിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോളാം. വേറെ രീതിയായി മാറി. അങ്ങനെയല്ലല്ലോ. ആ സ്നേഹബന്ധം അങ്ങനെ മരണം വരെ നിലനിൽക്കണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്ക് ഹൈലുണ്ടായ വേളയിൽ പ്രവാചകരുമായി ഒരുമിച്ച് കടന്നിരുന്നു. ശാരീരിക ബന്ധത്തിനല്ല, ഒരുമിച്ച് കടന്നിരുന്നു. ഒരു പുതപ്പിൻ കീഴിൽ കടന്നിരുന്നു. എന്റെ തലമുടി പ്രവാചകർ വാർന്നു തന്നിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുമ്പോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് ഒരു ഉപദേശം. പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അശുദ്ധിയുള്ള സമയത്ത് ഞാൻ പോയിട്ട് വരാം കച്ചവടത്തിനെന്ന് പറഞ്ഞിട്ടോ, പ്രവാസ ലോകത്തേക്ക് പോയിട്ട് ശുദ്ധിയുള്ള വേളയിൽ മാത്രം അവരോട് സ്നേഹത്തോടുകൂടി തലോടുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ പരിശുദ്ധ ദീനിന്റെ ഭർത്താക്കളല്ല. ദീനല്ലത്, അതൊരിക്കലും അങ്ങനെയല്ല വേണ്ടത്. ഏത് രീതിയിലും അവളോട് സ്നേഹം വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ ദീനിൽപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ ദീനാണ്. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അത്താഴ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വബില്ലൈലി അഫലാ യസ്തഗ്ഫിറൂൻ വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം വഫിൽ അർളി ആയാതുൻ ലിൽ മുഖിനീൻ. അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്ക് സ്വർഗമാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകൾ, അല്ലാഹുവിനെ തഖ്വ വെച്ച് ജീവിച്ചതായ ആളുകൾ, അവർക്ക് സ്വർഗമുണ്ടത്രേ. പരിശുദ്ധമായ പവിത്രമായ സ്വർഗം അല്ലാഹു നൽകുന്നതാണ്. അവർക്ക് അരുവികൾ അല്ലാഹു നൽകുന്നതാണ്. തീർന്നില്ല, പരിശുദ്ധമായ ഖുർആൻ അവരെ കുറിച്ച് പറയുകയാണ്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവരെ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയമേ ഉറങ്ങുകയുള്ളൂ. അത്താഴ സമയത്ത് എഴുന്നേറ്റ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. ആരാണ് പടച്ച റബ്ബിനെ ദിക്ർ ചൊല്ലുന്നവൻ? അവന് ദുനിയാവിലെ ഒന്നാമത്തെ നിധി എത്തിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇസ്തിഗ്ഫാർ ഒരു നിസാരമായ അമലായി എന്റെ സഹോദരിമാരെ കാണരുതേ. ഇന്ന് നമ്മ സുന്നികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയുമോ? അർത്ഥമറിയാത്ത ഏതെങ്കിലും ഒരു ദിക്റാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നതെങ്കിൽ, ഇന്ന് വരെ കേൾക്കാത്ത ഒരു ദിക്റാണ് കിട്ടുന്നതെങ്കിൽ അതൊരു വലിയ സംഭവമായി നമ്മൾ കൊണ്ടു നടക്കുകയാണ്. പക്ഷേ ഇസ്തിഗ്ഫാർ പോലെയുള്ള മഹത്വമായ ഒരു ദിക്ർ ഇല്ല, വളരെ പരിശുദ്ധമായ ദിക്റാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 مرة أو 100 مرة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് ചെല്ലുന്നത്. ആ പ്രവാചകരോ മഅസൂമാണ്.
നാമമാണ്. മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകരാ, പാപ സുരക്ഷിതത്വം കിട്ടിയ പ്രവാചകരെ തന്നെ 70-100 പ്രാവശ്യമോ എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. നമ്മളോ തെറ്റിൽ തന്നെ വ്യാപൃതനായി നടക്കാം. നോക്കുന്നത് തെറ്റ്, കാണുന്നത് തെറ്റ്, കേൾക്കുന്നത് തെറ്റ്, വാഗൊണ്ട് പറയുന്നത് തെറ്റ്, എല്ലാം തെറ്റാ. എന്നിട്ട് നമ്മളൊരു 100 ഇസ്തിഗ്ഫാർ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് 3 ഇസ്തിഗ്ഫാർ 3 പോലും ഇല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അസ്തഗ്ഫിറുല്ലാഹൽ ഉസ്താദ് 3 ചൊല്ലി കഴിയുമ്പോഴത്തേക്കും വീട്ടിലെത്തി ഒരു ചെമീൻ ചോദിച്ചിട്ടുണ്ടാവും. ചോറ് ഒരു ചെമീൻ ഇട്ടില്ലേ? അത്ര സ്പീഡപ്പാ. 1ാമത്തെ സഫീന്ന് ഇറങ്ങി ചാടി ഇറങ്ങി ഓടുക. ദിക്റും വേണ്ട, ഒന്നും വേണ്ട. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ബക്കറ്റ് വേണ്ടേ? ആരിഫ് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ക്ഷീണിച്ച 2 കിലോ കൂടിയെന്ന് തോന്നുന്നു. എല്ലാരും നൽകി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാരും നല്ല സ്വതക്ക കൊടുക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ സ്വതക്കകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നിയ്യത്തുകൾ അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സമയം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? കഴിയാറായ 9:30 10:30 2 മണിക്കൂർ കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞ് 9 മണിക്ക് തുടങ്ങി. ഇപ്പൊ കറക്റ്റ് 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 2 മണിക്കൂറായി. അടച്ചവനെ, ഞാൻ അറിഞ്ഞ് ശ്രദ്ധിച്ചില്ല. ഒരു വിഷയം നമ്മൾ എത്തിയിട്ടുള്ളൂ. ദിക്ർ ചെല്ലുന്ന നാവാ പറഞ്ഞിട്ടുള്ളൂ, അത് തന്നെ എത്തിയിട്ടില്ല. 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 2 മണിക്കൂറായി. 2 മണിക്കൂർ കൂടുതൽ നമ്മുടെ വല്യാപ്പ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിന് മേലോട്ട് പോകുന്ന വലിയ വിഷയം അല്ലേ താജിക്ക? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. കുറച്ച് കാര്യം പറയാം. നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? കൈയുറത്തിക്ക, ഇരിക്കാൻ പറ്റുന്നവരൊന്ന് കൈയുറത്തിക്ക നോക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് പോയാൽ അത് പറഞ്ഞിട്ട് നിർത്താൻ തന്നിട്ട് ആരും പോകുന്നില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഒരു അരമണിക്കൂറൂടെ അല്ലെ 11 കാലാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ദ്വാരന്ന് പിരിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറയാൻ വന്നതാണോ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇസ്തിഗ്ഫാർ എന്താണ്? ഇസ്തിഗ്ഫാർ എന്ന നേട്ടം ഒരൊറ്റ ദിക്റിന്റെ മഹാത്മ്യം പറയാൻ പോകുന്നത്. ഒരൊറ്റ ദിക്ർ ഇസ്തിഗ്ഫാർ. ശരിക്കും ശ്രദ്ധിച്ചു. നമ്മൾ നിസ്സാരവൽക്കരിക്കുക. ഞാൻ വെറുതെ പറയല്ല. പള്ളിയിലെ ഉസ്താദിനടുത്ത് നമ്മൾ ഒരു ദിക്ർ ഉസ്താദ് പറയും, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ 100 ചൊല്ലിക്കും സുബഹി. മനസ്സപ്പോ തന്നെ ഇത് നമ്മളെത്ര കേട്ട ഇതല്ലേ ഇപ്പൊ ഈ കണ്ട കാലം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒന്ന് രക്ഷപ്പെട്ടിട്ട് എടാ, ഇജാസത്ത് പ്രകാരം ചെല്ലുന്നത് വേറെ, നീ ഇതുവരെ ഇത്ര നാള് ചെല്ലുന്നതും വേറെ. ഇത് രണ്ടാണ്. ആദ്യം മനസ്സിലാക്കണം. അലിമീങ്ങളുടെ ഇന്ന് തസൗഫിന്റെ പണ്ഡിതന്മാരെ, സൂഫിസ പണ്ഡിതന്മാരെ ദിക്ർ ചൊല്ലി വാങ്ങുന്നത് വേറെ, നീ സ്വന്തമായി ചെല്ലുന്നത് രണ്ടും വേറെ. നേരത്തെ ഇവിടെ ഷാഫി ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, തഴവ ഉസ്താദിൽ നിന്നുള്ളൊരു ദിക്ർ അദ്ദേഹത്തിന്റെ ഉസ്താദിന് കിട്ടിയത്. അദ്ദേഹം ഇപ്പോഴും മഗ്രിബ് കഴിഞ്ഞ് ചെല്ലുന്നത് സൂചിപ്പിച്ചു. ഇതുപോലെ നമ്മുടെ ഉസ്താദുമാർക്ക്, ഷാഹിമാർക്കൊക്കെ ഉലമാക്കലിൽ നിന്ന് താഴ്വഴിയായി കിട്ടിയ ഒരു ദിക്റുണ്ട്. അത് നമ്മൾ അവരിൽ നിന്ന് ചോദിച്ച്, സാധേ എനിക്ക് നന്നാൻ വേണ്ടി, എന്റെ ആക്കുപത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ദിക്ർ പറഞ്ഞതാണ്. അങ്ങനെ ചോദിക്കുന്നവന് നിസ്കാരം കൂടി ഉണ്ടാവണം. ചുമ്മാ ദിക്ർ മാത്രം നില്ലിരുന്ന് അതേ ഉണ്ടാവുള്ളൂ, സ്വർഗം ഉണ്ടാവൂല. നിസ്കാരമാണ് ബേസിക്, അടിസ്ഥാനം. അതാണ് എല്ലാത്തിന്റെയും. 50 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല, ലക്ഷക്കണക്കിന് സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മൾ നൽകിയാലും നമ്മുടെ അടിസ്ഥാനം നിസ്കാരമാണ്, ബേസിക് നിസ്കാരമാണ്. അതില്ലെങ്കിൽ ഒരു അമലും പോയില്ല, ഒരു അമലും ഇല്ല. അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കില്ല, ഒരു അമലും സ്വീകരിക്കില്ല. നിസ്കാരമാണ് ബേസിക്, അടിസ്ഥാനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റും, അത് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തതാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും സമുന്നത വ്യക്തിത്വം, ഇൻസാനുൻ കാമിൽ, പരിപൂർണനായ മനുഷ്യൻ. പ്രവാചകൻ ഇന്ന് വരെ ഒരു വഖത്ത് കളഞ്ഞിട്ടുണ്ടോ? ചിന്തിക്ക്, ഒരു വഖത്ത് കളഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ആ പ്രവാചകരുടെ ജീവിതമാണ് നമുക്ക് ആകെ വേണ്ടത്. അത് നിർബന്ധമാണ്. നമസ്കാരം കഴിഞ്ഞിട്ടാണ് എല്ലാ അമലും. അത് നമ്മുടെ അടിസ്ഥാനമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദറാറാ
വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ബിംബാരാധകരായ സമൂഹത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്ക് ഖുർആൻ സൂറത്തുൽ നൂഹിൽ എടുത്തു തിരിക്കുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, നിങ്ങൾ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണേ. ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും അല്ലാഹു പാപം പുറത്തു കൊടുക്കുന്നവനാണ്, പാപം അങ്ങേയറ്റം പുറത്തു നൽകുന്നവനാണ്. ഫഅാലുനൗ മിഫഅാലുനൗ ഫഅൂലു ഫീ കസറത്തിൻ അൻ ഫാഇലിൻ ബാദിലു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫാറാണ്, ഗഫാറാണ്. അവൻ അങ്ങേയറ്റം പാപം പുറത്തു കൊടുക്കുന്നവനാണ്. അവനോട് ചോദിക്കണേ, ചോദിക്കണേ, എത്ര വലിയ പാപമങ്ങളാണെങ്കിലും അല്ലാഹു പുറത്തു തരുന്നവനാണ്. അല്ലെങ്കിലും പാപം ചെയ്യാത്തവൻ ആരാണ്? കുല്ലു ബിനി ആദമ ഖത്താഉൻ. ആദം സന്തതികൾ തെറ്റുകാരാണ്, തെറ്റുകാരാണ്. കണ്ണുകൊണ്ട് മോശം തരം കണ്ടവരല്ലയോ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരല്ലയോ, ഈ കാലുകൊണ്ട് സിനിമാ ടാക്കീസിലേക്ക് നടന്നു പോയവരില്ലയോ, ഈ കാലുകൊണ്ട് പാർക്കിലേക്ക്, മാളിലേക്ക്, മോശപ്പെട്ട തലത്തിലേക്ക്, വ്യഭിചാരശാലകളിലേക്ക്, ബീവറേജിന്റെ മുന്നിലേക്ക് നടന്നു പോയ ചെറുപ്പക്കാരില്ലയോ, വ്യഭിചാരശാലകളിലേക്ക് പോയവരില്ലയോ. അതുകൊണ്ട് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണേ. അല്ലാഹു പാപം പുറത്തു തരുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല, തീർന്നില്ല. പാപം പുറത്തു തരൽ മാത്രമല്ല, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിച്ചു തരുമേ. നല്ല സുന്ദരമായ മഴ, റഹ്മത്തിന്റെ മഴ, കാരുണ്യത്തിന്റെ മഴ. നിങ്ങൾക്ക് വേണോ വെള്ളം വേണോ, പ്രയാസമുണ്ടോ, ഇസ്തിഗ്ഫാർ ചൊല്ലണേ, ചൊല്ലണേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല, തീർന്നില്ല. ഖുർആൻ വീണ്ടും പറയുകയാണ്, വയുംദിദുകും ബിഅംവാൽ. മനുഷ്യ, മാനവ, അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ ഒരു വയലത്ത് കൊണ്ട് നീ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? സമ്പത്തിന് വേണ്ടിയല്ലയോ പ്രയാസം അനുഭവിക്കുന്നത്. നിന്റെ യജമാനന്റെ തെറിവുകൾ കേൾക്കുമ്പോ മക്കളെ ഓർത്തിട്ട് വിഷമിച്ച് നാവടക്കി പിടിച്ചിരിക്കുന്ന സഹോദര, പഞ്ചപുഷ്പമടക്കിക്കൊണ്ട് അനങ്ങാതെ കഴിയുന്ന സഹോദരി, നിന്റെ മനസ്സിന്റെ ചിന്ത ഒരു വേറത്തെ ഭക്ഷണമാണ്, നിന്റെ ഒരു ചാൺ വയറിന്റെ കാര്യമാണ്. എല്ലാം തീരുമാനിക്കുന്നത് പടച്ചറപ്പാണ്. വയുംദിദുകും ബിഅംവാൽ. നിങ്ങൾക്ക് സമ്പത്ത് വേണോ, സമ്പത്ത് വേണോ, സമ്പത്ത് അല്ലാഹു നൽകുമേ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് കുമ്മരം ഉസ്താദ് വെറുതെ പറയുന്നതല്ല. പരിശുദ്ധ ഖുർആൻ ഒരു സൂക്തമുണ്ട്, സൂറത്തുൻ നൂഹ് എന്ന പേരാണ്. ആ നൂഹ് എന്ന് മറിച്ച് നോക്കണേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് വേണോ, വെറുതെയല്ല നൽകുന്നത്. വയുംദിദുകും, മത്തയമുത്തെന്ന് പറഞ്ഞാൽ നീട്ടി നീട്ടി നിങ്ങൾക്ക് നൽകും. വയുംദിദുകും, നിങ്ങൾക്ക് നീട്ടി തന്നുകൊണ്ടേയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസിന്റെ വാക്കാണ്, നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പടച്ചറബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുകയാണ്, വബനീൻ. ഉസ്താദേ, 30 വർഷമായി, 20 വർഷമായി, 10 വർഷമായി, 2 വർഷമായി കുടുംബക്കാർ ചോദിക്കുകയാണ്, മക്കളില്ലല്ലോ, എന്റെ ഭാര്യയ്ക്ക് വ്യസനമാണ് ഉസ്താദേ, എനിക്ക് പ്രയാസമാണ് ഉസ്താദേ, എന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എന്റെ വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ല. കാരണം ഏത് കല്യാണത്തിന് ചെന്നാലും, ഏത് കുറ്റൂസിന് ചെന്നാലും, ഏത് പരവാസൂലേക്ക് ചെന്നാലും, ഏത് സദസ്സിലേക്ക് ചെന്നാലും എന്റെ ഭാര്യയോട് മറ്റുള്ള സ്ത്രീകൾക്കുള്ള ചോദ്യം, മക്കൾ ഇതുവരെ ആയില്ലയോ?
ഇല്ലയോ? ഇത് ചോദിക്കുന്നതോടുകൂടി അവൾ തകർന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്ന കുടുംബമേ, നിനക്ക് ചൊല്ലാനുള്ള പദം ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറാണ്. ഞാൻ ഈ ദിക്ർ പറയുന്നത് എന്തിന്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാനറിയാത്ത, പറയാനറിയാത്ത ഒരു മുഅ്മിനില്ല, ഒരു സഹോദരനില്ല. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന ദിക്റാണ്, എല്ലാവർക്കും മനഃപ്പാഠമുള്ള ദിക്റാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുന്നവരുണ്ടോ? അധികരിപ്പിക്കുന്നവരുണ്ടോ? വയുംതിദുകും ബിഅംവാൽ വബനീൻ. അവന് സമ്പത്ത് നാം നൽകുന്നതാണ്, സമ്പത്ത് നാം നൽകുന്നതാണ്. തീർന്നില്ല, അവരെ മക്കളെ സമ്മാനിക്കുന്നതാ. ആൺമക്കൾ വേണോ നിനക്ക് നൽകുമേ, പെൺമക്കൾ വേണോ നിനക്ക് നൽകുമേ. വബനീൻ. തീർന്നില്ല, നിന്റെ പാപങ്ങൾ അഖിലവും പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, സുന്ദരമായ മഴ നിനക്ക് വർഷിച്ചു തരുമെന്ന് മാത്രമല്ല, നിന്നെ സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു ഓടുമെന്ന് മാത്രമല്ല, നിന്റെ പ്രാരാബ്ദങ്ങൾ തീർത്തു തരുമെന്ന് മാത്രമല്ല, നിനക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യ, മാനവ, സഹോദര, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഉദ്യാനങ്ങൾ നൽകുന്നതാണ്, സ്വർഗീയ അനുഭൂതികൾ നൽകുന്നതാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമെങ്കിൽ ജന്നാത്ത് സ്വർഗങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ചൊറ്റക്കുരിയിൽ കഴിയുന്ന മനുഷ്യൻ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യ, നിനക്ക് നൽകുന്നത് ഒരു വീടല്ല, ഒരു ചെറിയ വീടല്ല. ഈ ദുനിയാവിലെ സുന്ദരമായ മോഡിഫിക്കേഷൻ വരുത്തിയ മോഡുലാർ കിച്ചൺ ഉള്ളതാകുന്ന വീടിനെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ സുന്ദരമായ പവിത്രമായ സ്വർഗത്തിലേക്ക് നിന്നെ ആനയിക്കുകയാണ്. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നത് സ്വർഗീയമായ ഉദ്യാനങ്ങളാണ്, ഉദ്യാനങ്ങളാണ്. തീർന്നില്ല, ഈ ദുനിയാവിൽ അരക്കപ്പ് വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം മൺകുടവുമായിട്ട് നടന്ന് ഗവൺമെന്റ് നൽകുന്നതായ പൈപ്പ് ലൈനിന്റെ കണക്ഷനിലൂടെ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇതാ പടച്ച റബ്ബ് നൽകുകയാണ് അൻഹാറ. ഒരു നദിയല്ല, നെഹർ എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ്. അൻഹാറ പല സ്ഥലത്തിലുള്ള പല രീതിയിലുള്ള പാലിനാലുള്ള നദികള്, കള്ളിനാലുള്ള നദികള്, തേനിനാലുള്ള നദികള്, എല്ലാ നിനക്കും അല്ലാഹു നിനക്ക് നൽകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായി പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഒറ്റ ദിക്റിന്റെ മാത്രം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിന്റെ നാവ് എപ്പോഴും പടച്ച റബ്ബിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നനഞ്ഞുകൊണ്ടിരിക്കണേ, നനഞ്ഞുകൊണ്ടിരിക്കണേ. യേശനെ പറയരുത്, ദീപത്തിലേക്ക് പോകരുത്. അയൽവാസിനിയാകുന്ന സഹോദരി വൈകുന്നേര സമയമാകുമ്പോ നിന്റെ വീട്ടിന്റെ മതിലിന്റെ ചാരത്ത് വന്നിട്ട്, എടീ ഒന്ന് വാടി, നമുക്കൊന്ന് വർത്തമാനം പറയാമെന്ന് പറയുമ്പോ അവരുടെ അടുക്കലേക്ക് പോയി കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞു പോകരുത്. അഥവാ പറഞ്ഞാൽ അത് കേൾക്കാൻ നിന്നു കൊടുക്കരുത്, നീ മോശപ്പെട്ടവളാകുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ മരണപ്പെട്ട് കിടക്കുന്ന ഒരു അനുയായിയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് അബ്ശിറുഹു ബിൽ ജന്നാ. അദ്ദേഹത്തെ സ്വർഗം കൊണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലാ
ഇല്ല സാബാ, ഇല്ല സാബാ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാ എന്നെ കിട്ടൂല, കിട്ടൂല. എന്തേ കാരണമെന്നറിയുമോ? ഇന്നക ലാ തദ്രി ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന്, ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകുമെന്ന്. ദിക്ർ ചൊല്ലേണ്ട നാവാണ്, സ്വലാത്ത് ചൊല്ലേണ്ട നാവാണ്, ഖുർആൻ ഓതേണ്ട നാവാണ്. ഈ നാവ് കൊണ്ട് എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയൂല സാബ. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു കിടക്ക. പക്ഷെ ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. ഈ നാവ് കൊണ്ട് പലതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. അപ്പൊ ഈ ദുനിയാവിലെ ഒന്നാമത്തെ നിധി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അർബഅത്തും മിൻ കൻസി ദുനിയാ. ഈ ദുനിയാവിലെ 4 നിധികളിൽ ഒന്നാമത്തെ നിധി അൽ ഊലാ ലിസാനുൻ ദാകിർ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്, നാവാ.